വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ തന്നെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടെ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് കർത്താവെ. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ. സർവ്വത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ ഒരു വട്ടപൂജ്യമായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങള് വെറും മണ്ണ്, വെറും പൊടി കർത്താവെ. ഏഴുകളും പുഴുക്കളുമായിട്ടുള്ള ഞങ്ങളെ കർത്താവെ ഇത്ര മഹത്വമുള്ള പദവി നൽകുവാൻ തക്കവണ്ണം ഞങ്ങൾ എന്തുള്ളൂ, ഞങ്ങളെ ഓർക്കാൻ തക്കവണ്ണം ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ. അവിടുത്തെ വലിയ സ്നേഹത്തിനായിട്ട് വാത്സല്യത്തിനായിട്ട് ഞങ്ങളെ എങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയാട്ടെ, അളവില്ലാതെ അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളെ നിറച്ചാട്ടെ കർത്താവെ. അങ്ങോട്ട് ചേർത്തിരുത്തിയാട്ടെ. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കേൾക്കണം കർത്താവെ. കർത്താവെ ഞങ്ങൾ കുറയണം, അവിടുന്ന് വെളിപ്പെട്ടാട്ടെ. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കർത്താവെ അവിടുത്തെ വചനത്തെ മനസ്സിലാക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെ അങ്ങ് സഹായിച്ചാട്ടെ. വെളിപാട് പുസ്തകത്തിൽ ഓരോ താളുകൾ മറിക്കുമ്പോഴും കർത്താവെ അവിടുത്തെ വരവിൻ്റെ നാളടുത്തു, നിത്യത അത് എത്രയും വേഗം തുടങ്ങാറായി. എത്ര വലിയൊരു പ്രത്യാശയാണ്. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് എല്ലാം ഇത്ര മനോഹരമായിട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ചെയ്യുന്നു. ലോകാന്ത്യത്തോളം കാലങ്ങൾ കർത്താവെ അടുക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് സർവ്വത്തിന്റെ പരമാധികാരി ആയിരിക്കുന്നു എന്ന് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് വെളിപാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കോട്ടേജ് മീറ്റിംഗും ഫസ്റ്റ് എഡ്യൂക്കേഷൻ മീറ്റിംഗും ഒക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് പോകാൻ സാധിച്ചില്ലല്ലോ. വെളിപാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 15 നമുക്ക് അതിന്റെ സാഹചര്യവും പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. എന്താ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ഏറ്റവും അടുത്തു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പായിട്ട് എതിർ ക്രിസ്തു ഒരു ലോക ഭരണാധികാരി വെളിപ്പെടണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വചനത്തിൽ ഒരു ഏകലോക ഭരണാധികാരി, സമാധാനം, രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സമാധാനമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്തുകൊണ്ട് എന്നാൽ സാത്താന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മനുഷ്യ വ്യക്തി ഏകലോക ഭരണാധികാരിയായിട്ട് ഈ ലോകത്തിൽ വെളിപ്പെടുന്നു. അങ്ങനെ എല്ലാ രാജ്യത്തലവന്മാരൊക്കെ അവന് ഭരണം കാഴ്ചവെക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെളിപാട് പുസ്തകത്തിലൊക്കെ അതിന്റെ 19-ാം അധ്യായത്തിലെ ആ വാക്യങ്ങൾ, 17-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു 7 രാജാക്കന്മാരും അവന് രാജ്യത്വം കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ അതിന്റെ 12-ാമത്തെ വാക്യം ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. 12-ാമത്തെ വാക്യത്തിൽ എന്താ, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ മൃഗം എന്ന് പറയുന്ന ഇത് ക്രിസ്തു, അവന് ഒരു 7 വർഷക്കാലത്തെ ഒരു ഭരണമായിരിക്കും കാഴ്ചവെക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതിൽ ആദ്യത്തെ 3.5 വർഷക്കാലം പ്രകടമായിട്ടുള്ള ഒരു പ്രത്യക്ഷത്തിൽ ഒരു സമാധാനം ലോകത്തില് രാഷ്ട്രീയപരമായിട്ട് ഉണ്ടായിരിക്കും. എന്ന 3.5 വർഷം കഴിയുമ്പോഴത്തേക്കും അവന്റെ യഹൂദന്മാരുമായിട്ടുള്ള ഉടമ്പടിയൊക്കെ അത് ലംഘിക്കുന്നു എന്നുള്ളൊരു കാര്യം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല. നമ്മളത് ഒത്തിരി കാലങ്ങളെടുത്ത്, ഒത്തിരി ആഴ്ചകളെടുത്ത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പൊ ആ 3.5 വർഷക്കാലം, 7 വർഷക്കാലത്തില് ആദ്യത്തെ 3.5 വർഷക്കാലം ഒരു സമാധാനം പോലെയുള്ള ഒരു വാഴ്ച. അതിനുശേഷം അവൻ യഹൂദന്മാരോടുള്ള ആ ഒരു ഉടമ്പടിയൊക്കെ ലംഘിച്ച് അവൻ തന്നെ രാജാവായി, അവൻ തന്നെ ദൈവം എന്ന വണ്ണം അപ്പോൾ പണിയപ്പെടുന്ന ആ യെരുശലേം ദേവാലയത്തിൽ, ഇപ്പൊ യെരുശലേം ദേവാലയം വീണ്ടും പണിയപ്പെട്ടിട്ടില്ല എന്ന ഇത് ക്രിസ്തു ഒരുപക്ഷെ യഹൂദന്മാർക്ക് ആ യെരുശലേം ദേവാലയമൊക്കെ പണിത് കൊടുത്ത് ആ 3.5 വർഷക്കാലത്തിന്റെ അവസാനത്തെ 3.5 വർഷക്കാലത്തിന്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ആദ്യത്തെ 3.5 വർഷക്കാലം കഴിഞ്ഞിട്ട് അവന് ദൈവം എന്ന വണ്ണം അതിപരിശുദ്ധ സ്ഥലത്ത്, ദേവാലയത്തിന് അതിപരിശുദ്ധ സ്ഥലത്ത്, അത് അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്നൊക്കെ കർത്താവ് പറയുന്ന ആ ഒരു കാര്യം, അങ്ങനെയൊക്കെയുള്ള ദാനിയേൽ പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്ന കാര്യമൊക്കെ മത്തായി 24-ാം അധ്യായത്തിൽ കർത്താവ് എടുത്ത് പറയുന്ന കാര്യമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം യഹൂദന്മാരെ അവൻ പീഡിപ്പിക്കാൻ നോക്കുന്നു. അത് പറ്റാതെ വരുമ്പോഴത്തേക്കും അവൻ ദൈവമക്കളെ, സഭയെ പീഡിപ്പിക്കുന്ന മഹോപദ്രവത്തിലൂടെ, ഗ്രേറ്റ് ട്രിബുലേഷനിലൂടെ സഭ കടന്നു പോകുന്നു. അതിനുശേഷം കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, ഇത് ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരായിട്ട് തിരിയുമ്പോൾ കർത്താവ്
ഒലിവ് മലമേലെ കാല് ചവിട്ടുന്ന രംഗമൊക്കെ, അങ്ങനെയുള്ള നാടകീയ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നു? സെഖര്യാവ് 14 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് വന്ന് കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ വ്രതന്മാർക്ക് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, ഇലക്റ്റിന്, കർത്താവിന്റെ വിശുദ്ധന്മാർക്ക്, അതായത് ദൈവമക്കൾക്ക് നമുക്ക് കർത്താവ് പ്രതിഫലം തരുന്ന കാര്യങ്ങളും നമ്മളുടെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ചുള്ള ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യം. 100 മേനി ഫലം കായ്ക്കുന്നവരുണ്ട്, 60 മേനി 30 മേനി ഫലം കായ്ക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പ്രതിഫലം. അത് നമ്മള് അതുകൊണ്ട് നമ്മൾ വചനത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ 100 മേനി 60 മേനി 30 മേനി ഫലം കായ്ക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ 100 മേനി തന്നെ ഫലം കായ്ക്കണേ, ആർക്കും 60 മേനി 30 മേനി ഒന്നും ആയി പോകരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ ആയിരിക്കണം. എന്ന് ഓഫ് കോഴ്സ് ആ ഒരു ലോകത്ത് വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യത്തിൽ 100 മേനി 60 മേനി 30 മേനിയൊക്കെ ആയിട്ടാണ് മാറുന്നത്. പക്ഷെ എങ്കിലും നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? 100 മേനി ഫലം കായ്ക്കണം എന്നുള്ളൊരു കാര്യം. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ പരീക്ഷയില് നീ 60-30% വാങ്ങിച്ചാൽ ഇനി മതി എന്ന് നമ്മൾ വിചാരിക്കത്തില്ല. പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ 100% വാങ്ങിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ 100% അങ്ങ് വാങ്ങിക്കണം. അതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം എന്നാണ് നമ്മൾ അപ്പനമ്മമാര് മക്കളെ ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആത്മീയ ജീവിതത്തിലും കർത്താവ് 100 മേനി എന്ന് പറഞ്ഞാൽ നമ്മളാരും പെർഫെക്റ്റ് ആകുമെന്നല്ല എന്നുള്ളതല്ല. നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മളാരും പരിപൂർണ്ണരല്ല. പാപരഹിതമായ പരിപൂർണ്ണതയൊക്കെ സിൻലെസ് പെർഫെക്ഷനൊക്കെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലേ ഉള്ളൂ. എന്നാൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിനോട് പൂർണ്ണമായിട്ടും വിശ്വസ്തരായിരിക്കാനും അതില് കുറവുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ താഴ്ചകളോ പാപങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാനസാന്തരപ്പെട്ടിട്ട് നല്ല മനസാക്ഷിയോടെ കർത്താവിന് മുമ്പാകെ മുറുക്കത്തോടെ വിശ്വസ്തയോടെ കാണപ്പെടുക എന്നുള്ളൊരു കാര്യം ആണ് 100 മേനി ഫലം കായ്ക്കുന്നവർ. ഒരു പൂർണ്ണ ഹൃദയത്തോടെ അവര് കർത്താവിനെ പിൻപറ്റുന്നവരായിരിക്കും. ഒരു പാതി ഹൃദയത്തോടെ, ഒരു ഹാഫ് ഹാർട്ടഡ് ആയിട്ട് പകുതി ലോകത്തിനും പകുതി ദൈവത്തിനും ഒന്ന് വണ്ണം തങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരായിരിക്കും 100 മേനിക്കാര്. അപ്പൊ അങ്ങനെയൊക്കെ കർത്താവിന്റെ പ്രതിഫലം, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താ, ഈ 21 അധ്യായത്തിലെ കോണ്ടെക്സ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരിക. അതായത് എതിർക്രിസ്തുവിന്റെ ഭരണം, അതിനുശേഷം മഹോപദ്രവം, എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ തന്നെയുള്ള മഹോപദ്രവം, കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു. അതിനുശേഷം കർത്താവ് പ്രതിഫലം നൽകിയതിനു ശേഷം ഒരു സഹസ്രാബ്ദ വാഴ്ച, ഒരു മിലനിയൽ റെയിൻ, ഒരു 1000 വർഷക്കാലം ഭരണമൊക്കെ ഈ ലോകത്ത് കാഴ്ചവെക്കുന്നു. എങ്ങനെ ഒരു നല്ല ഭരണം, എങ്ങനെ ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള ഏറ്റവും നല്ല ഭരണം എങ്ങനെ കാഴ്ചവെക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ അവിടെ നമ്മള് അവിടെ ആ സഹസ്രാബ്ദ വാഴ്ചയിൽ മിന്നലിയൽ റെയിനിൽ കാണും. അങ്ങനെ അതിനുശേഷം ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ആ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് സാത്താനെ അഗാധത്തില് പൂട്ടിയിട്ടിരിക്കുമായിരിക്കും. അഗാധത്തിൽ അവൻ തടവിലായിരിക്കും. അഗാധം, അബിസ്, ബോട്ടംലെസ് പിറ്റിൽ തടവിലായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 20 അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ 1000 വർഷക്കാലം കഴിഞ്ഞിട്ട് അവനെ തുറന്നു വിടുമ്പം അവൻ വീണ്ടും ചെന്ന ആളുകളെ വഞ്ചിച്ച് അന്നും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ആ ജനം, ഈ ഭൂമിയിൽ താമസിക്കും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ആ ജനം, അവര് വീണ്ടും ഈ സാത്താനെ പുറകെ പോകുന്നതും അങ്ങനെ അവര് ദൈവത്തിന്റെ ന്യായവിധിക്ക് സ്വർഗത്തിൽ നിന്ന് അഗ്നി വന്ന് അവരെ ദഹിപ്പിച്ച് കളയും എന്നുള്ളൊരു കാര്യമൊക്കെ വെളിപാട് 20 അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യം നമ്മൾ പല ആഴ്ചകളിലും വീണ്ടും വീണ്ടും പറയുന്ന വാക്യമാണ്. സാത്താന്റെ അന്ത്യം എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മളുടെ ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ ദൈവത്തിന്റെ ഒരു അന്തിമ വിജയം, ഫൈനൽ ട്രയംഫ്, നമ്മുടെ സഹോദരൻ സാക്വിനും ബ്രദർ ഈ വെളിപാട് പുസ്തകത്തിന്റെ വാക്യപ്രതിവാക്യമായിട്ടുള്ള പഠനമൊക്കെ എഴുതിയപ്പം അതിന്റെ ടൈറ്റിൽ കൊടുത്തത് തന്നെ ഫൈനൽ ട്രയംഫ്, കടശി വിക്ടറി, അതായത് അന്തിമ വിജയം. അന്തിമമായിട്ടുള്ള വിജയം കർത്താവിനാണ്. അപ്പൊ അവന്റെ ആ സാത്താൻ, ശത്രുവായിട്ടുള്ള സാത്താന് അവന് എങ്ങോട്ടാ ചെന്ന് വീഴുന്നേ? അവന് തീപ്പൊയ്കയിലോട്ട്, ഗന്ധക തീപ്പൊയ്കയിലേക്ക് ചെന്ന് വീഴുന്ന ഒരു കാര്യമാണ് നമ്മൾ വെളിപാട് 20 അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തില്. അതിനു മുമ്പേ 1000 വർഷത്തിന് മുമ്പേ അവിടെ വീണ രണ്ടുപേര് അവന് അപ്പുറം ഇപ്പുറം കൂട്ടിനുണ്ട്. ആരൊക്കെയാ? മൃഗവും കള്ളപ്രവാചകനും സാത്താനും കൂടെ ആ സാത്താന്യ തൃത്വം അവിടെ ഗന്ധക പൊയ്കയിൽ എന്നേക്കും ദണ്ഡനം സഹിക്കുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 20-ന്റെ 10-ൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവിശ്വാസികളുടെ ന്യായവിധി. അതിനുശേഷം ഈ ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോകും എന്ന് നമ്മളവിടെ കാണുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഭൂമിയെല്ലാം വെന്തൊഴിയും എന്നൊക്കെ നമ്മൾ 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പം അതിനുശേഷം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും, പുതിയ സ്വർഗവും പുതിയ ഭൂമിയും, അതായത് പുതിയ ആകാശം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന ആ പ്രപഞ്ചത്തിനെ, ഇപ്പൊ നമ്മൾ കാണുന്ന വിസിബിൾ യൂണിവേഴ്സിനെ
സ്വർഗം, 3 സ്വർഗങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ, 3 സ്വർഗത്തെക്കുറിച്ച് ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ വിസിബിൾ യൂണിവേഴ്സ്, നമ്മൾ കാണുന്ന ഈ ആകാശം, ഈ നീലാകാശം, അതാണ് വിസിബിൾ യൂണിവേഴ്സ് ആണ് ഒന്നാമത്തെ സ്വർഗം. നമ്മളത് സങ്കീർത്തനം 19:1 സങ്കീർത്തനം 8:3-4 വാക്യങ്ങളിലും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങളൊക്കെ, ഞായറാഴ്ച ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ആ കാണുന്ന ആ വിസിബിൾ യൂണിവേഴ്സ്, അപ്പൊ ഇതെല്ലാം അങ്ങ് മാറിപ്പോയിട്ട്, നമ്മളിപ്പം കാണുന്നതെല്ലാം മാറിപ്പോയിട്ട്, കാണുന്നതൊക്കെ അനിത്യമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ വായിക്കുന്നത്. കാണുന്നതൊക്കെ മാറിപ്പോകുന്നതാണെന്ന് അവിടെ 2 Corinthians 4:18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം പരിചയമുണ്ട്. പെട്ടെന്ന് നമ്മളിപ്പം കാണുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നിത്യമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതാ 2 Corinthians 4:18 കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നത് ഒക്കെ താൽക്കാലികമാണ്. വാട്ട് എവർ ദ തിങ്സ് വിച്ച് ആർ സീൻ ആർ ടെമ്പററി. കാണാത്തതാണ്, ദ തിങ്സ് വിച്ച് ആർ നോട്ട് സീൻ ആർ ഇറ്റേണൽ. നമ്മളിപ്പോ കാണാത്ത കാര്യങ്ങൾ, കർത്താവിന്റെ ദിവ്യ സ്വഭാവം, യേശുവിനെയൊക്കെ നമ്മൾ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ കാണുന്ന ഈ കാര്യങ്ങൾ നമ്മളുടെ വസ്തുവകകളോ, നമ്മളുടെ ഈവൻ നമ്മളുടെ ഈ ശരീരമൊക്കെ മാറി പുനരുദ്ധാന ശരീരമായിരിക്കും പിന്നെ വരാൻ പോകുന്നത്. അപ്പൊ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നശ്വരമാണെന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശരിയാണ്, ഈ കാര്യങ്ങൾ നമ്മൾ പണമോ വസ്തുവകകളോ ബാക്കി കാര്യങ്ങളോ ഒക്കെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. അതൊക്കെ കർത്താവിന്റെ രാജ്യത്തിനായിട്ട്, കർത്താവിന്റെ ഹിതം ചെയ്യാനായിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മള് യേശുവിനായിട്ട് ജീവിക്കുന്നു. അതാ കാണാൻ. അപ്പൊ ഇതെല്ലാം അങ്ങ് വെന്തൊഴിഞ്ഞ പിന്നെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാവും. അവിടെ എന്തുണ്ടായിരിക്കത്തില്ലെന്ന് നമ്മൾ വായിച്ചു. കടലുണ്ടായിരിക്കത്തില്ല, സീ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 21-ാമത്തെ വാക്യത്തിലൊക്കെ വായിച്ചു. അതിനുശേഷം ആ പുത്തൻ യെരൂശലേം, ബ്രൈഡ് അഡോൺഡ് ഫോർ ഹർ ബ്രൈഡ് ഗ്രൂം, തൻ്റെ മണവാളനായിട്ട് ഒരുങ്ങിയിട്ടുള്ള മണവാട്ടിയാകുന്ന സഭ വെളിപ്പെടുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിച്ചു. അപ്പൊ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ ആർക്ക് അവകാശമായിട്ടുള്ളത്, ആർക്ക് അവകാശമായിട്ടില്ലാത്തത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 7-8 വാക്യങ്ങളിലൊക്കെ വായിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബ്രൈഡ് ഒരു വരനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിവാഹ ദിവസം അവൻ നോക്കി പാർക്കുന്നത് തന്റെ വധു തന്നെ വിവാഹം കഴിക്കാനായിട്ട് ഇറങ്ങി വരുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെ യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ യോഹന്നാൻ അപ്പോസ്തലനെ അവിടെ ദൂതൻ കാണിച്ചു കൊടുക്കുന്ന ആത്മവിവശതയിൽ 10-ാമത്തെ വാക്യത്തിൽ, അവർ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേമിൽ നിന്ന് വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളവളായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ആ ദൈവ തേജസ്സുള്ളവളായിട്ട് ആ ഒരു വധു ഇറങ്ങി വരുന്നത്, കർത്താവിനായിട്ടുള്ള വധു ഇറങ്ങി വരുന്നതായിട്ട് കാണിച്ചു തന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. അപ്പം സ്ത്രീകളെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവർക്കും അതിന്റെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ വിവാഹം സഹോദരങ്ങൾ മുഖാന്തരം തന്നെ, ചർച്ച മുഖാന്തരം തന്നെ എല്ലാം ദൈവഹിത പ്രകാരം എല്ലാം കാര്യങ്ങളാന്നൊക്കെ കണ്ടെത്തി എല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടും ഞങ്ങൾ രണ്ടുപേരും ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരായതുകൊണ്ട് എന്റെ പേരൻസ് അപ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്ത്രീകളുടെ പേരൻസിന് അപ്പോഴും ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് സ്ത്രീകളെ അവിടെ വല്ലാത്തൊരു മഹോപദ്രവം എന്ന് പറയാനൊക്കെ അതിൽ അതുപോലുള്ള ചെറിയ ചെറിയ ഉപദ്രവത്തിലൂടെയൊക്കെ അവിടെ വീട്ടിലും വീട്ടുതടങ്കലിലൊക്കെ കടന്നു പോകേണ്ടതായിട്ടൊക്കെ വന്നു. അതിനുശേഷം പിന്നെ സൗകര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ഉറപ്പിച്ച പ്രകാരം ഇന്നൊരു ദിവസം ഒക്ടോബർ 8-ാം തീയതി 2013 കാര്യം പറയുന്നത്, 2013 ഒക്ടോബർ 8-ാം തീയതി, ഇപ്പം കഴിഞ്ഞ ഒക്ടോബർ 8-ാം തീയതി 12 വർഷം ഒരു വ്യാഴവട്ടം തികഞ്ഞു. അപ്പോൾ അന്ന് സ്ത്രീകളെ ഇന്നടുത്ത് വന്ന് നിൽക്കും. ഞാനും എൻ്റെ പേരൻസും കൂടെ സ്ത്രീയിലേക്ക് പോയി അവിടുന്ന് കളക്ട് ചെയ്യുകയാണ് സ്ത്രീകളെ. അന്ന് PHC-ലോട്ട് പോകുന്നു, ESI ഹോസ്പിറ്റലിലോട്ട്. ESI ഹോസ്പിറ്റൽ അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ESI ഹോസ്പിറ്റലിലോട്ട് പോകുന്നു എന്നുള്ള നിലയിൽ എന്ന ഭാവേന തൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ബാഗിനകത്ത് ചുരുട്ടി വെച്ചുകൊണ്ട്
അവിടെ ഞങ്ങളെ അവിടെ ചാരിമൂട്ടിലെ ഒരു ചാരിമൂട് ജംഗ്ഷനാണെന്ന് തോന്നുന്നു, അവിടെ ഒരു സ്റ്റോപ്പിൽ വന്ന് അന്ന് അന്ന് വന്ന് ഇങ്ങനെ ഈ കഥ ഇങ്ങനെ അവിടുത്തെ ആ കാറിന്റെ ഡോറയിൽ വന്ന് കൊട്ടുന്ന ഒരു രംഗം ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക, സ്ത്രീകളെ ഇപ്പം വരും, എന്താ എങ്ങനെ എന്തൊക്കെ സംഭവിക്കും ഇവിടെ. നമ്മുടെ ജോജി ബേറും സാജു ബേറും ബാക്കി സഹോദരങ്ങളും ഒക്കെ ഇവിടെ കരുനാഗപ്പള്ളിയിലേക്ക് അവർ അപ്പോഴത്തേക്കും അവിടെ രജിസ്ട്രാർ ഓഫീസിലോട്ടൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇവിടെ അത് വന്ന് കാറിന്മേൽ കാറിന്റെ ഡോറയിൽ ഗ്ലാസ്സിൽ മുട്ടി. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാല് അപ്പൊ ഒരു വരനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ആവേശകരമായിട്ടുള്ള കാര്യം വധു ദേ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ ആ ഒരു രംഗം ബാക്കി എല്ലാവർക്കും ഓഫ്കോഴ്സ് ഓഡിറ്റോറിയത്തില് വധു വന്ന് വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചർച്ച് ബിൽഡിങ്ങിൽ വധു വന്ന് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പലർക്കും ഓർക്കാനുണ്ടായിരിക്കും നല്ല കാര്യം. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വളരെ പ്രത്യേകമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ആ ഒരു ദൈവ തേജസ്സുകളായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടു എന്നുള്ളൊരു കാര്യം അതിന്റെ 10ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം ആ പുത്തൻ യെരൂശലേമിന്റെ വധുവിന്റെ വർണ്ണനയാണ് നമ്മളിവിടെ കാണുന്നത്. ആ വധുവിനെ ഒരു സ്ത്രീയായിട്ട് ഉപമിച്ചിട്ട്, സഭയെ ഒരു സ്ത്രീയായിട്ട് വധുവായിട്ട് ഉപമിച്ചതിന് ശേഷം ഒരു നഗരത്തോട്, പുത്തൻ യെരൂശലേം, ഇപ്പോൾ ഉള്ള യെരൂശലേം ഉണ്ട്, യെരൂശലേം എന്ന് പറഞ്ഞൊരു നഗരം, ഒരു സിറ്റി ഓഫ് ജെറുസലേം ഇന്ന് അവിടെ ഇസ്രായേലിലുള്ള കാര്യവും അത് എത്രമാത്രം വിവാദങ്ങളിലൂടെ എല്ലാ ദിവസവും കടന്നു പോകുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പത്രവാർത്തകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് ഈ യെരൂശലേം അല്ല, ഒരു പുത്തൻ യെരൂശലേം ആയിട്ടാണ് സഭയെ ദൈവാത്മാവ് വിവരിച്ചിട്ടുള്ളത്. അപ്പൊ ആ പുത്തൻ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പം അതൊരു നഗരത്തോട് ഉപമിക്കുമ്പം അതിന്റെ വാൾസ്, അതിന്റെ മതിലുകളെ കുറിച്ച് പറയുന്ന കാര്യമൊക്കെ നമ്മൾ 12ാമത്തെ വാക്യത്തിലുണ്ട്. പൊക്കമുള്ള വൻമതിൽ. ആ പൊക്കമുള്ള വൻമതിലിന് എത്രമാത്രം വീതി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുമ്പം അത് കാണുന്നുണ്ട്. അത് അതിന്റെ 17ാമത്തെ വാക്യത്തിലോട്ടൊക്കെ നമ്മൾ വരുമ്പം അതിന് 72 yards ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. 72 yards എന്നുള്ളതിന് 144 മുഴം എന്നുള്ളൊരു ഒരു 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 അളവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെച്ചാല് അത്രമാത്രം 144 മുഴം എന്ന് പറഞ്ഞാല് 72 yards എന്ന് പറഞ്ഞാല് 65.84 കിലോ 65.84 മീറ്റർ. സോറി, നോക്കട്ടെ ഞാൻ അതിന്റെ അത്രയും 216 ഫീറ്റ് എന്നാ പറയുന്നത്. 216 അടി, 2414 കിലോമീറ്റർ. അത്രമാത്രം വലിയൊരു, എന്നുവെച്ചാല് അതുകൊണ്ട് ദൈവാത്മ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ, ആ ഒരു സഭയുടെ ആ ഒരു മതിലിന്റെ അത് ലോകത്തിൽ നിന്നുള്ള ആ ഒരു വേർതിരിവ് അത്രമാത്രം വലിയൊരു വേർതിരിവ്, ലോകത്തിന്റെ ആ ഒരു കറവിടാതെയുള്ള ഒരു സഭയുടെ ഒരു വേർതിരിവ് നമ്മളുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു ലോകം എന്ന് പറഞ്ഞാൽ എന്താ, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നുള്ള കാര്യമാണ് ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 2:16 നമ്മളത് വായിക്കുന്നുണ്ട്. അതായത് കൺമോഹം എന്ന് പറഞ്ഞാൽ കാണുന്ന എല്ലാം പണം കൊണ്ട് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ, പണത്തിന്റെ പ്രതാപം, അതാണ് കൺമോഹം. പിന്നെ ജഡമോഹം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഹിതത്തിന് വെളിയിലുള്ള ലൈംഗികതയാവട്ടെ, ഉറക്കത്തിന്റെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെയോ കാര്യമൊക്കെ ദൈവത്തിന്റെ ഹിതത്തിന് വെളിയിലുള്ള കാര്യങ്ങൾ, അതാണ് ജഡമോഹം. പിന്നെ ജീവനത്തിന്റെ പ്രതാപം, ആ ഒരു മനുഷ്യമാനം തേടുന്നത്, ഞാൻ എന്നുള്ള ഒരു ഭാവം, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യമാനം. അതായത് മനുഷ്യമാനം, പണം, ജഡിക സുഖങ്ങൾ, മണി ഓണർ പ്ലഷേഴ്സ് എന്നൊക്കെ നമ്മൾ MHP, മണി ഓണർ പ്ലഷേഴ്സ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് ലോകം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലാവട്ടെ, നമ്മുടെ കുടുംബത്തിലാവട്ടെ, അങ്ങനെ ഒരു വേർതിരിവ് വരുമ്പോഴാണ്, അങ്ങനെയുള്ള സഹോദരങ്ങൾ കൂടി വരുമ്പോൾ അങ്ങനെയുള്ള സഭയ്ക്കും ലോകത്തിൽ നിന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ലോകപ്രകാരം ആൾക്കാർ കാണുന്ന തരത്തിലുള്ള മനുഷ്യമാനത്തിന് വേണ്ടി മനുഷ്യരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, മനുഷ്യരുടെ മാനം കിട്ടാൻ വേണ്ടിയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെന്ന് ലോകത്തിന് മുമ്പിൽ മഹത്വകരമായിട്ടുള്ള കാര്യങ്ങൾ. ലോകത്തിന് മുമ്പിൽ മഹത്വകരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് എന്താണെന്ന് നമ്മൾ വായിക്കുന്നത്, അറപ്പുളവാക്കുന്നതെന്നാണെന്ന് എവിടെ വായിക്കുന്നത്? ലൂക്കോസ് 16 അധ്യായത്തിന്റെ 15ാമത്തെ വാക്യം, ലൂക്ക് 16:15 അതാണ് നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് 16ന്റെ 15ാമത്തെ വാക്യത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ ലോകത്തിന് മുമ്പിൽ മഹത്വകരമായിട്ടുള്ള കാര്യങ്ങൾ, ലോകത്തിന് മുമ്പാകെ മഹത്വകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, അതാണ് ലോകത്തിന്. അതിനുവേണ്ടിയാണ് ഇന്ന് കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള അതിനുവേണ്ടി ഇന്ന് ആൾക്കാർ നെട്ടോട്ട് ഓടുന്നത്, ലൗകികർ നെട്ടോട്ട് പോകുന്നത്. ഇവൻ വിശ്വാസികൾ എന്ന് പറയുന്ന ലൗകികരും
അതിന്റെ പിന്നാലെ നെട്ടോട്ട് ഓടുന്നത്. എന്നാൽ നമ്മൾ കർത്താവിന്റെ പിന്നാലെ പോകുന്നു. കർത്താവ് പിന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൂടെ കൂടെ ചേർക്കുന്ന ഒരു കർത്താവ്. അപ്പം അതുപോലെ അതുപോലെയുള്ള ഒരു വലിയൊരു വേറൊരു 72 യാർഡ്സ് 144 മുഴം ഉള്ള ഒരു മതിലിന്റെ അളവ്, അത് 17-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പൊ ആ ആ വൻ മതിലിനെ കുറിച്ചും 12 ഗോപുരം, 12 ഗേറ്റ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. 12 ഗേറ്റുകളുണ്ട് ഈ നഗരത്തിന്. 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്, വെളിപാട് 21-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 12 ദൂതന്മാർ അവിടെ നിൽക്കുന്നു. 12 ദൂതന്മാർ എന്ന് പറയുമ്പോൾ അത് മാലാഖമാരെ സൂചിപ്പിക്കുന്നതാവാം, ദേവദാസന്മാരെയും സൂചിപ്പിക്കുന്നതാവാം. ദൂതൻ എന്നുള്ള ആ വാക്ക്, ആങ്കലാസ് എന്നുള്ള വാക്കിന് ദൂതന്മാരെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ടും പിന്നെന്താ മെസ്സഞ്ചർ, ദൈവത്തിന്റെ ദൂത് കൊണ്ടുവരുന്നവൻ എന്നുള്ള അർത്ഥത്തില് ഉള്ളൊരു ആ അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ 12 ദൂതന്മാരുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരും അതിൽ കുത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മുടെ ആദ്യമോചന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. അപ്പം പഴയ നിയമ ഭക്തന്മാരും, ദൈവത്തിന് മുഖപക്ഷമില്ല, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും കർത്താവിന് വേണ്ടി ദൈവത്തിനായിട്ട് യഹോവയായ ദൈവത്തെക്കുറിച്ച് അവർക്ക് അന്ന് അറിയാമായിരുന്നുള്ളൂ പഴയ നിയമത്തിൽ. അപ്പം അവർക്കുള്ള വെളിച്ചത്തിൽ അവര് ഹോൾ ഹാർട്ടഡ് ആയിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനായിട്ട് ഏൽപ്പിക്കപ്പെട്ടവര് അവരെല്ലാം ഈ സഭയുടെ ഈ പുത്തൻ യെരൂശലേമിന്റെ ഭാഗമായിട്ടുള്ളതായിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 12-ാമത്തെ വാക്യം. പിന്നെ കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം. ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും അവിടെ 3 ഗേറ്റ് ഉണ്ട്. തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. അതായത് നമ്മൾ വടക്കനായാലും തെക്കനായാലും, അതായത് ഏത് പാശ്ചാത്യ രാജ്യമോ പൗരസ്ത്യ രാജ്യമോ, ഈസ്റ്റേൺ കൺട്രീസ് ഉണ്ട്, വെസ്റ്റേൺ കൺട്രീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയും ജപ്പാനും ഒക്കെ ഈസ്റ്റേൺ കൺട്രീസ് എന്ന് പറയും, അതായത് പൗരസ്ത്യ രാജ്യങ്ങൾ. പിന്നെ വെസ്റ്റിലുള്ള രാജ്യങ്ങളാണ് USA ഒക്കെ, അമേരിക്കയൊക്കെ. അപ്പം ഏത് നമ്മളെ ഭൂമുഖത്തെ ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഈ പുത്തൻ എരുസലേമിലേക്ക് നമുക്ക് ഒരേപോലുള്ള ആക്സസ്സാണ് ഉള്ളത്. നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് കീഴടങ്ങി നമ്മെ തന്നെ താഴ്ത്തി കർത്താവിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളും കർത്താവിന്റെ കാന്തയുടെ ഭാഗമായിട്ട് തീരാനൊക്കെ നമുക്ക്. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേ ആക്സസിന്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചു. 14-ാമത്തെ വാക്യം, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനം, ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺസിനെ കാര്യം വായിക്കുന്നു. അതാ 12 അടിസ്ഥാനം എന്നുള്ള കാര്യം. അപ്പം അതായത് ഈ 12 ഗോപുരത്തിന്റെ കാര്യം നമ്മൾ വായിച്ചു. 12 ഗേറ്റ് ഉണ്ട്, 12 ദൂതന്മാരുണ്ട്, 12 ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് കൊത്തിയിട്ടിട്ടുണ്ട്. പിന്നെ 12 അടിസ്ഥാനമുണ്ട്. ഈ മതിൽ ഇങ്ങനെ ചുറ്റുമുള്ള മതിൽ, യെരൂശലേമിന് ചുറ്റുമുള്ള ഈ മതിലിന് 12 അടിസ്ഥാനമുണ്ട്. അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. അപ്പൊ അപ്പോസ്തലന്മാരാണ് ഈ മതിലിന് അടിസ്ഥാനം ഇട്ട് അവരാണ് ഈ ലോകമൈതത്തിൽ നിന്നുള്ള വേർപാട്. എന്താണ് ഈ മതിൽ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ 65-ാം അധ്യായത്തിലെ ആ വാക്യം നമ്മൾ കണ്ടായിരുന്നു. സാൽവേഷൻ ആണ് മതിലെന്ന് നമ്മളവിടെ വായിച്ചു. രക്ഷ എന്ന മതിലിന്റെ പേരെന്ന് നമ്മൾ വായിച്ചു. ആ വാക്യം ഒന്നുകൂടെ എടുത്ത് വായിക്കുവാണെങ്കിൽ 65 യെശയ്യാവിന്റെ പുസ്തകം 65-ന്റെ 18-ാമത്തെ വാക്യത്തിലല്ലേ നമ്മൾ വായിച്ചേ. 65-ന്റെ 18-ാമത്തെ വാക്യത്തില് 65-ന്റെ 18 സെക്കൻഡ് 60-ന്റെ 18 സോറി, യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. 60-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നേ? ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേര് പറയും. മതിലുകൾക്ക് എന്താ പേര്? രക്ഷ. അപ്പൊ യഥാർത്ഥത്തില് ആ മതിൽ എന്തിനെ കുറിക്കുന്നതെന്ന് വെച്ചാൽ രക്ഷ. എന്തിൽ നിന്നുള്ള രക്ഷ? ലോകമയത്വത്തിൽ നിന്നുള്ള രക്ഷ, സെപ്പറേഷൻ. ആ രക്ഷ എന്നുള്ള പദത്തിന്റെ അതിന്റെ മൂലപദത്തിന്റെ അർത്ഥവും സെപ്പറേഷൻ, വേർതിരിവ്, വേർപാട്. അത് മതിലുകൾ, അതായത് ഈ ലോകത്തിൽ നിന്നുള്ളൊരു വേർപാട്. പിന്നെന്താ? വാതിലുകൾക്ക് സ്തുതി. നമ്മള് കർത്താവിലേക്ക് വരുന്നത് എങ്ങനെയാ? സ്തോത്രത്തോടെ കർത്താവിലേക്ക് വരുന്നു. നമ്മൾ ആ 100-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിച്ചു. നമ്മുടെ ഹൃദയത്തില് നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ ഒരു സ്തോത്രത്തോടെ നമ്മുടെ ആ വാതിലിലൂടെ നമുക്ക് കടന്നു വരാൻ സാധിക്കും. നമ്മൾ പരാതിയും പെറുപെറുപ്പും ഒക്കെ ആയിട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമായിരിക്കുന്ന നമ്മെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ ഒരു സ്തോത്രത്തോടെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാൻ സാധിക്കും. സ്തോത്രത്തോടെ നമ്മൾ ആ 100-ാം സങ്കീർത്തനത്തില് അത് നമ്മൾ ആ വാക്യം വായിച്ചായിരുന്നല്ലോ. 100-ാം സങ്കീർത്തനത്തിലെ വാക്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് വായിക്കാം. 100-ാം സങ്കീർത്തനത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? അവിടെ
എന്റെ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ആൻഡ് ഹിസ് കോട്ട്സ് വിത്ത് പ്രൈസ്. അപ്പൊ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ എന്നുള്ളൊരു കാര്യം. അപ്പൊ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ആ ഒരു സ്തോത്രത്തോടെ നമുക്ക് വരാനൊക്കെ ഉള്ളൂ. അതാണ് ആ സ്തോത്രമാണ്, ആ സ്തോത്രം, പ്രൈസ്, അതാണ് അതിന്റെ വാതില്. ഗോപുരങ്ങള് അത് സ്തോത്രത്തിന്റെ വാതിലാണ്, മതിലുകള് അത് രക്ഷയുടെ മതിലാണ്. വെച്ചാല് രക്ഷിക്കപ്പെടാത്തവര് ഈ മതിലിന് വെളിയില്, രക്ഷിക്കപ്പെട്ടവര് മതിലിനുള്ളില്. ലോകമയത്വത്തിൽ നിന്ന് ലോകത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങളിൽ ലോകം നോക്കി കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ, നമ്മളെ ലോകക്കാർ കാണുന്നത് പോലെ തന്നെയാണ് പണത്തെയും മനുഷ്യമാനത്തെയും ജടിക സുഖങ്ങളെയും ലോകക്കാർ കാണുന്നത് പോലെ തന്നെ നമ്മൾ കാണുന്നേ. നമുക്ക് അതിലൊരു വ്യത്യാസമില്ല നമ്മുടെ കാഴ്ചപ്പാടിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മതിലിന് പുറത്താന്ന് പറയേണ്ടവര്. എന്നാൽ മതിലിനകത്തുള്ളവർ കാണുന്നതും മതിലിന് പുറത്തുള്ളവർ കാണുന്നതും ആ മതില് 144 മുഴം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കും. അത്രമാത്രം വലിയ വീതിയുള്ളൊരു മതില്. അത് അത്രമാത്രം വീതിയുള്ളൊരു മതിലാണ്. അന്ന് അപ്പോസ്തലന്മാർ അതിനാണ് അടിസ്ഥാനം ഇട്ടത്. നമ്മളെ പത്രോസിനാണ് ദൈവരാജ്യത്തിന് ചാവി കൊടുത്ത, കീ കൊടുത്ത കാര്യം, താക്കോല് കൊടുത്ത കാര്യമൊക്കെ നമുക്ക് മത്തായി 16 അധ്യായത്തിൽ ആ കാര്യം നമുക്കറിയാം. ആ പത്രോസ് പെന്തിക്കോസ്ത് നാളില് ആ ആ, പത്രോസ് നിന്ന് പ്രസംഗിച്ച് അനേകായിരങ്ങളെ അവിടെ അനേകായിരങ്ങളെ അവൻ രക്ഷയിലേക്ക് നടത്തുമ്പം അവന് പറയുന്ന ആ മാനസാന്തരത്തിന്റെ സുവിശേഷത്തിൽ അവൻ എന്താ പറയുന്നേ? ഈ ലോകത്തിൽ നിന്ന് നിങ്ങളങ്ങ് രക്ഷപ്പെടുവിൻ. 3000-ഓളം പേര് അന്ന് സ്നാനപ്പെട്ടു, സഭയോട് ചേർക്കപ്പെട്ടു എന്നൊക്കെ അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിന്റെ ആ 3000-ഓളം പേര് ചേർക്കപ്പെട്ടു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്താ നമ്മൾ വായിക്കുന്നത്? അവിടെ 38-ാമത്തെ വാക്യത്തിൽ റിപ്പന്റ്, അതായത് ഈ പത്രോസ് ഈ മതിലിന്റെ അടിസ്ഥാനം ഇടുന്ന കാര്യം നമ്മൾ വായിക്കുന്നത്. എന്താ വായിക്കുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നൽകുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നിങ്ങൾ മാനസാന്തരപ്പെട്ടു, അത് റിപ്പന്റ്. അത് കഴിഞ്ഞിട്ട് പറയുക, ബി സേവ്ഡ് ഫ്രം ദിസ് പെർവേഴ്സ് ജനറേഷൻ. 40-ാമത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്നൊരു കാര്യം. നമുക്ക് അതുപോലൊരു നമ്മളുടെ ജീവിതത്തിലും അതുപോലൊരു ഇന്ന് വക്രതയുള്ള ഒരു തലമുറയാണ് ഞങ്ങൾക്ക് ചുറ്റും ഉള്ളത്. വക്രതയും കോട്ടമുള്ള തലമുറ എന്നൊക്കെ ഫിലിപ്പ് 2-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം കർത്താവേ. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഭയിലുള്ളവരൊക്കെ കർത്താവേ ആ ഒരു വക്രതയിലും കോട്ടത്തിലും അങ്ങ് ആയിപ്പോയി അതിലങ്ങ് പെട്ടുപോകാൻ ഇടവരരുതേ. അതിൽ നിന്നൊക്കെ അവര് രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു അങ്ങനെയുള്ളൊരു എന്താണ് പറയുക, അതിനുവേണ്ടിയുള്ളൊരു വാഞ്ച, അതിനുവേണ്ടിയുള്ളൊരു തീക്ഷ്ണത, അതിനുവേണ്ടി ഒരു ഭാരം, പ്രാർത്ഥന. നമ്മളുടെ ബന്ധുജനങ്ങൾ, കുടുംബത്തിലുള്ളവർ തന്നെ ചിലർ രക്ഷിക്കപ്പെടാതിരിക്കുമ്പം അവർക്ക് വേണ്ടി അവരെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോട്ടെ, എപ്പോഴെങ്കിലും വിടുമായിരിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കാതെ അവർക്ക് വേണ്ടി ഓരോ ദിവസവും ദൈവം തരുന്ന ഹൃദയഭാരത്തിനനുസരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു അങ്ങനെ ദൈവം തരുന്ന അവസരങ്ങളിൽ നമ്മൾ ആ ലോകത്തിൽ നിന്ന് വേർപെടുവാനുള്ള ആ ഒരു വചനം, നമ്മള് ലോകത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വരുവാന്, കം ആൻഡ് ബി സെപ്പറേറ്റ് ഫ്രം ദിസ് വേൾഡ്. നമ്മൾ ആ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ അശുദ്ധമായതൊന്നും തുടരുത്, നിങ്ങൾ വേർപെട്ട് വരുവിൻ എന്ന് പറയുന്നുണ്ട്. അവിടെ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ അവസാനം 17-18 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വേർപാടിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരണം. നമ്മളും നമ്മളുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടൊക്കെ നമ്മൾ ഈ വചനം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ മതിൽ മുകളിലോട്ട് പണി വന്നവര് അടിസ്ഥാനം ഇട്ടു, 12 അടിസ്ഥാനം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇത്രയും 2000-ഓളം വർഷങ്ങൾ കൊണ്ട് ദൈവമക്കളുടെ, ദൈവത്തിന്റെ പ്രവാചകന്മാര്, ദൈവദാസന്മാര് ഈ നിർമ്മലമായിട്ടുള്ള വചനം പ്രഖ്യാപിച്ച് മതിലിന് നല്ല നീളം, നല്ല പൊക്കം വന്നിട്ടുണ്ട്. നമ്മളെ ഇന്ന് നമ്മളെ സഭയില് നമ്മൾ ഈ വേർപാടിന്റെ വചനം ഇന്ന് എത്ര സഭകളിൽ, ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള എത്ര സഭകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഈ വേർപാടിന്റെ സുവിശേഷമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ലോകത്തോട് കൂടെ ചേർന്ന് അങ്ങ് അടിപ്പാടി എന്തെങ്കിലുമൊക്കെ അങ്ങ് ആയിപ്പോയി, കുറച്ച് ആരാധനയെന്നോ അല്ലെങ്കിൽ പല പല കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങ് മാതിരിയൊക്കെ നടക്കുന്നു എന്ന ലോകത്തിലേക്ക് ആൾക്കാരങ്ങ് ലോകത്തിന്റെ പ്രയോറിറ്റീസ്, ലോകത്തിന്റെ മുൻഗണനാക്രമങ്ങൾ ലോകത്തിനെയും തോപ്പിക്കുന്ന രീതിയിലുള്ള പല വല്ലാത്ത വഷളത്വം നിറഞ്ഞ പല കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിസ്തീയമായിട്ടുള്ള സഭകൾ എന്ന പേരിലുള്ള ഇടങ്ങളിൽ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ലോകത്തോടങ്ങ് മതിലൊന്നും ഇല്ലാതെ, ലോകം ഏതാ സഭ ഏതാ എന്ന് അറിയാതെ വണ്ണം
മതിലൊന്നും ഇല്ലാതെ മതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ നെഹമ്യയുടെ കാലത്തൊക്കെ ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ഈ അടുത്തും സൈക്കുനബറിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ആ ഒരു ബിൽഡിംഗ് ദ വാൾസ് ഓഫ് ദ ചേർച്ച് എന്ന് പറയുന്ന ഒരു കാര്യം. അതിനകത്ത് ബ്രദർ ഈ 72 yards ഇങ്ങനെ മതിലിന്റെ ഈ വലിയ മെഷർമെന്റിന്റെ കാര്യമൊക്കെ ബ്രദർ പറയുന്നുണ്ടായിരുന്നു. നെഹമ്യയുടെ സമയത്ത് നെഹമ്യയ്ക്ക് ആ ഒരു ദൈവം വലിയൊരു ഭാരം കൊടുത്തു. അവിടെ യെരുശലേമിലെ മതിലുകളൊക്കെ അതെല്ലാം പൊളിഞ്ഞു കിടക്കുക, അതൊക്കെ റീബിൽഡ് ചെയ്യണം, റീബിൽഡ് ദ വാൾസ് ഓഫ് ജെറുസലേം. ഇന്നും സഭയുടെ മതിലുകൾ എവിടെങ്കിലുമൊക്കെ ബ്രീച്ച് ഉണ്ടെങ്കിൽ, ലോകമയത്വം കടന്നു വരത്തക്ക വണ്ണമുള്ള എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുകയും തിരുത്തുകയും അങ്ങനെയൊക്കെ ചെയ്ത് ലോകമയത്വത്തിലേക്ക് പോകാതെ, അതിപ്പം ഡ്രസ്സിങ് സ്റ്റൈൽസ് ആകാം, അല്ലെങ്കിൽ ചില പദപ്രയോഗങ്ങളാകാം, അല്ലെങ്കിൽ ചില സാമ്പത്തിക ഇടപാടുകളായിരിക്കാം, അതുപോലെയൊക്കെയുള്ള ലോകത്തിൻ്റെതായ പലതരത്തിലുള്ള യുനോ പല കൊള്ളരുതായ്മകൾ സഭയിലേക്ക് കടന്നു വരാതിരിക്കാൻ തക്കവണ്ണമുള്ള മതില് പണിയേണ്ടതായിട്ടുണ്ട്. അന്ന് നെഹമ്യയ്ക്ക് ദൈവം കൊടുത്ത ആ ഒരു ഭാരമാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും സഭയിൽ ദൈവമേ അതുപോലൊരു മതിലായിട്ട്, കർത്താവ് തന്നെയാണ് ആ മതിൽ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. കർത്താവ് ഒരു തീ മതിലായിട്ട് നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവ് നമുക്ക് മതിലാകണമെങ്കിൽ നാം നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുകയാണെങ്കിലേ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാനും, അവിടാണ് കർത്താവ് ആ ജീവവൃക്ഷത്തിന്റെ ചുറ്റുമാണ് എന്തുള്ള ജ്വാലയുള്ള വാള് ആയിട്ട് കെരൂബുകളുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഉൽപ്പത്തി 3:24 കാണുന്നുണ്ട്. അപ്പൊ ആ ജ്വാലയുള്ള വാള് 4 വശവും ചുറ്റിക്കൊണ്ടേയിരിക്കുക, തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉൽപ്പത്തി 3:24 നമ്മളത് വായിച്ചായിരുന്നു അല്ലേ? അപ്പൊ തിരിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ ഒരു അഗ്നിമതിലായിട്ട് കർത്താവ് തന്നെ ആയിരിക്കും ആ മതില്. അപ്പൊ എന്നാൽ ആ മതില് പണിയപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സഭയിലുള്ള സഹോദരങ്ങളെ നേതൃത്വവും അതിലുള്ള സഹോദരങ്ങളും എല്ലാം ഈ ക്രൂശിന്റെ വഴിയിൽ, ജീവവൃക്ഷത്തെങ്കിലേക്കുള്ള വഴിയിലാണെങ്കിൽ അവരുടെ ചുറ്റും ഈ അഗ്നിമതിലായിട്ട് കർത്താവായിരിക്കുകയുള്ളൂ. ആ മതിൽ പണിയാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് നമ്മൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നഗരത്തിന്റെ മതില് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. അതിന്റെ 15-ാമത്തെ വാക്യം, എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും അതിനെ അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ളൊരു അളവുകോലുണ്ടായിരുന്നു. ആ പൊന്നുകൊണ്ടുള്ള അളവുകോല നമ്മൾ 2 ആഴ്ച മുമ്പേ മീറ്റിംഗ് മൊത്തം നമ്മൾ പൊന്നുകൊണ്ടുള്ള അളവുകോലിനെ കുറിച്ച് സംസാരിച്ചത്. ഗോൾഡൻ മെഷറിംഗ് റോഡ് എന്നുള്ളൊരു കാര്യം എന്താണ്, ആ ഒരു പൊന്ന് എന്തിനെ കുറിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടായിരുന്നു. നമ്മള് ബൈബിളിലുടനീളം എസ്പെഷ്യലി വെളിപ്പാട് പുസ്തകത്തിൽ പൊന്ന് ഡിവൈൻ ഒറിജിൻ, ദൈവികമായ ഉൽപ്പത്തിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു ഗോൾഡ് മെഷറിംഗ് റോഡ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു അളവുകോല്, അത് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോല് വേണം നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ മാനുഷികമായ പല അളവുകോല് കൊണ്ടാണ് ആൾക്കാരെ വിധിക്കുകയും തരം താഴ്ത്തുകയും കാറ്റഗറൈസ് ചെയ്ത് അവരങ്ങനെ ഇവരിങ്ങനെ അങ്ങനെ വിധിച്ചു തള്ളുന്ന ഒരു മനോഭാവം, മറ്റുള്ളവരെ ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായിട്ട്, അപ്പം വളരെ വിമർശനാത്മകമായിട്ട് നമ്മൾ മറ്റുള്ളവരെ പുച്ഛിക്കുകയും ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വിധിക്കുന്ന ഒരു മനോഭാവം, ക്രിട്ടിക്കലി ലുക്കിംഗ് ഡൗൺ അപ്പോൺ, അതാ വിധിക്കുന്ന ഒരു മനോഭാവം. നമ്മളൊരു വിമർശന ബുദ്ധിയോടെ അവരിങ്ങനെ ഇവരങ്ങനെ അങ്ങനെയൊക്കെയുള്ളൊരു മറ്റുള്ളവരെ അങ്ങനെ തരം താഴ്ത്തി കാണുന്നൊരു മനോഭാവം. എന്നാൽ യഥാർത്ഥത്തിലുള്ള വിവേചനത്തിന്റെ ഒരു കാര്യമൊക്കെ നമ്മൾ ഒരു പൊന്നുകൊണ്ടുള്ള അളവുകോലിനെ കുറിച്ചൊക്കെ നമ്മൾ യേശു എങ്ങനെയായിരുന്നു, സ്വയമായിട്ടൊന്നും വിധിച്ചില്ല, പിതാവ് ചെയ്തു പോലെ ചെയ്തുള്ളൂ, ഞാൻ വിധിക്കുവാണെങ്കിൽ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവിന്റെ കൂടെ താൻ വിധിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്നും 8-ാം അധ്യായത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. യോഹന്നാൻ 7:24 നമ്മൾ വായിച്ചു, 8-ന്റെ 15-16 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. ഞാൻ ഇതിലേക്ക് വീണ്ടും പോകുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം അതുപോലെയുള്ള കർത്താവെ അങ്ങ് ഉപയോഗിക്കുന്നത് പോലുള്ള പൊന്നുകൊണ്ടുള്ള ഒരു അളവ് പോലെ തന്നെ എനിക്കും വേണം. അത് നമ്മളും ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ അതുപോലെ കർത്താവെ കാണുവാനും അളക്കുവാനും ഒക്കെയുള്ള ദൈവികമായ ജ്ഞാനം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആ ഒരു ഡിവൈൻ വിസ്ഡത്തെ കുറിച്ച്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. യാക്കോബ് 3:17 നമ്മൾ വായിച്ചായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? ഇവിടെ ഈ ഗോപുരങ്ങളെയും എന്തൊക്കെയാ അളക്കണ്ടേ? നഗരത്തെ അളക്കണം, അതിന്റെ ഗോപുരങ്ങളെ അളക്കണം. അതിന്റെ നഗരത്തെ എന്ന് പറയുമ്പോൾ ഈ സിറ്റി മൊത്തം, പിന്നെ അതിന്റെ ഗോപുരങ്ങൾ, അതിന്റെ ഗേറ്റുകള്, വലിയ ഗേറ്റുകൾക്ക് ഗോപുരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മതിലിനെ അളക്കണം, അതിനൊക്കെ പൊന്നുകൊണ്ടുള്ളൊരു അളവുകളുണ്ടായിരുന്നു. ആ നഗരത്തിന്റെ ആകൃതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്യൂബിന്റെ ആകൃതിയാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഒരു 2 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. അത് നഗരം 16-ാമത്തെ വാക്യം സമചതുരമായി എന്ന് വെച്ചാൽ സ്ക്വയർ. ചതുരം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ, സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. സമചതുരമായി കിടക്കുന്നു. അതാ നമ്മൾ സിറ്റി ലേഡ് ഔട്ട് ആസ് എ സ്ക്വയർ.
ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഇസ് ആസ് ഗ്രേറ്റ് ആസ് ദ വിഡ്ത്ത്. അതിന്റെ വീതിയും നീളവും ലെങ്തും ബ്രെഡ്ത്തും സമമാണെങ്കിൽ നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് 2 ഡയമെൻഷൻസ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്, അളവുകൾ കൊണ്ട് അളവുകൾ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 1200 നാഴിക കണ്ടു. ഉം, ആ, 1200 നാഴിക, അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതാ നമ്മളവിടെ വായിക്കുന്നത്. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതാണ് അതിന്റെ ക്യൂബാന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ചത്. അപ്പൊ ആ ക്യൂബാന്ന് വായിച്ചതിൽ നിന്ന് നമ്മൾ അതിമോചനം പുസ്തകത്തിൽ നിന്ന് അതിന്റെ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുമായിരുന്നു. നമ്മൾ ക്യൂബിക്കലായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറാണ് പഴയ നിയമത്തില് സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിനുള്ളത്. അപ്പം അവിടെ കാന്ത ആകുന്ന ഈ പുത്തൻ യെരൂശലേം, എല്ലാ വിശ്വാസികളും കർത്താവിന്റെ കാന്തയുടെ ഭാഗമായി തീരുവോ എന്ന് ചോദിച്ചാൽ ആയിത്തീർന്നു. അതെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് പറയാം. പക്ഷേ ദൈവത്തിന്റെ വചനത്തിലുള്ളതിലേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. പക്ഷെ അത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജയിക്കുന്നവര്, ഓവർകമേഴ്സ്, ജയിക്കുന്നവര്, 100 ഫലം കായ്ക്കുന്നവരാണ് കർത്താവിന്റെ കാന്തയുടെ ഭാഗമായിട്ടായിത്തീരുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കർത്താവിനോട് പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. എന്നാൽ നമുക്ക് കർത്താവിനെ പിൻപറ്റാനായിട്ട് ഒരു വില കൊടുക്കാതെ നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നോണൊക്കെ പോകട്ടെ, വീഴുമ്പോൾ നമുക്ക് എതിരെഴുന്നേക്കാം, പാപത്തെ ജയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് ഒരു ലോകത്തിന്റെ പോലെ ഒരു പുത്തുകുരുത്തം കോംപ്രമൈസ് ചെയ്ത് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു അടുത്തൂങ്ങിയുള്ള അടിപ്പാടിയുള്ള ഒരു ലോകത്തോടുള്ളൊരു കോംപ്രമൈസിൽ വിട്ടുവീഴ്ചയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളങ്ങ് വിശ്വാസത്തിലങ്ങ് നിലനിന്നും അവസാനം നമ്മളെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാന്തയുടെ ഭാഗമായിരിക്കുമെന്ന് ചോദിച്ചാൽ ആയിരിക്കത്തില്ല. എന്നുവെച്ചാൽ കാന്തയുടെ ഭാഗമായിരിക്കുന്നവര് അതിപരിശുദ്ധ സ്ഥലത്ത് എത്തിച്ചേർന്നവരാണ് കാന്തയുടെ അതിപരിശുദ്ധ സ്ഥലം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമ്മളെപ്പോഴും ഒരു സമാഗമന കൂടാരത്തിന്റെ എക്സാമ്പിളുമായിട്ട്, എപ്പോഴും ടാബർനാക്കിളിന്റെ എക്സാമ്പിളുമായിട്ട് നമ്മളെപ്പോഴും തട്ടിച്ച് നോക്കാറുണ്ട്. അപ്പം അവിടെ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അവിടെ ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്. അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് തിരശ്ശീലയ്ക്ക് അപ്പുറം, തിരശ്ശീല, നമ്മൾ ജഡമാകുന്ന തിരശ്ശീല എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതാ നമ്മൾ എബ്രായർ 10:19-20 വാക്യങ്ങൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ ഇഷ്ടത്തിന് ആയിട്ട് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ യഥാർത്ഥത്തിൽ നിറയപ്പെട്ട് ആ ഒരു സ്വയജീവനിലൊരു മരണമൊക്കെ അനുഭവിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മുടെ ആത്മാവിലെ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ നമ്മൾ അങ്ങനെ കർത്താവിന്റെ ഒരു സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ നിറവോടെ ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതാണ് അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിലുള്ള ഒരു ജീവിതം. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആനന്ദത്തിന്റെ പരിപൂർണത, അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പരിപൂർണത ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ സങ്കീർത്തനം 16 അവസാനത്തെ വാക്യത്തിൽ, 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ആ അതിവിശുദ്ധ സ്ഥലം അതൊരു ക്യൂബിക്കൽ ഡയമെൻഷൻ ആണെന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതുപോലാണ് ഒരു ക്യൂബിക്കൽ ഡയമെൻഷൻ. ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ, സ്ക്വയറും ക്യൂബും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻസേ ഉള്ളൂ, ലെങ്തും ബ്രെഡ്ത്തും ഉള്ളൂ, നീളവും വീതിയേ ഉള്ളൂ. ക്യൂബ് എന്ന് പറയുമ്പോൾ അതിനെന്തും കൂടെ ഉണ്ട്, ഉയരവും കൂടെ ഉണ്ട്, ഹൈറ്റും കൂടെ ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളെ അന്തിമ പുസ്തകത്തിലെ വളരെ രസകരമായിട്ട് ബ്രദർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിച്ചായിരുന്നു അല്ലേ? എന്താ, പല വിശ്വാസികൾക്കും വലിയ സ്ക്വയർ ആയിരിക്കും. വലിയ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വലിയ ലെങ്തും ബ്രെഡ്ത്തും, പുറമെ കാണത്തക്കവണ്ണം വലിയ കാര്യങ്ങൾ, വലിയ ആത്മീയത എന്നുള്ള രീതിയിൽ വലിയ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട്. എന്നാൽ അവർക്കൊട്ടും ഡെപ്ത് ഇല്ല, ആഴമില്ല. നോക്കുമ്പോൾ അടുത്ത് വന്ന് നോക്കുമ്പോൾ ആഴമില്ല, വലിയ ആത്മീയതയുടെ കുറച്ചൊരു പരിവേഷം മാത്രമേ ഉള്ളൂ. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവർ നമ്മളവിടെ 2 തിമോഥെയോസ് 3:5 വായിക്കുന്നത് പോലെ, അതായത് ഒരു അഭിനയമായിരുന്നു. ആൾക്കാരുടെ മുമ്പിൽ ഞാൻ വലിയ ഭക്തനാണ്, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ളവരെ കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആത്മീയത, പുറമേ ഉള്ളൊരു അഭിനയം മാതിരിയുള്ള ഒരു ആത്മീയത. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട്, എന്നാൽ ഒട്ടും ആഴമില്ല, ഹൈറ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ ആഴമൊന്നുമില്ല എന്ന് പറയാം. ഒരു 2 ഡയമെൻഷൻ മാതിരിയേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിലുള്ള കാന്തയായിട്ട് തീരുന്നവർക്ക് എന്തും കൂടെ ഉണ്ട്, ആഴവും കൂടെ ഉണ്ട്. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ 15 വാക്യം, 15-16 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചപ്പോൾ നമ്മളത് കണ്ടു. അതായത് ആ ഒരു പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിന് അതിവിശുദ്ധ സ്ഥലം 15 അടി ഉയരവും വീതിയും നീളമുള്ള ഒരു ക്യൂബായിരുന്നു. അതിവിശുദ്ധ പുസ്തകം നമ്മുടെ മിക്കവരുടെയും കയ്യിലുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് വായിച്ചപ്പോൾ നമ്മൾ ആ പോർഷൻ വായിച്ചതാ. അപ്പൊ ആ ഒരു ത്രിമാനാകൃതിയിലുള്ള 3 ഡയമെൻഷനായിട്ടുള്ള ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ. അപ്പം 15 അടി ഉയരവും വീതിയും നീളവും ഉണ്ട്.
അതിവിശുദ്ധ സ്ഥലം ഒരു ക്യൂബായിരുന്നു. അപ്പോൾ ആരാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എത്തുന്നത്? ദൈവത്തിനോടുള്ള കൂട്ടായ്മയെ ബാക്കി എന്തിനേക്കാട്ടിലും ഉപരിയായിട്ട് സ്നേഹിച്ചവരാണ്. അതായത് കർത്താവേ, എൻ്റെ ഇഷ്ടമായിട്ടൊന്നും വേണ്ട, നമുക്ക് നമ്മളുടെ ഇഷ്ടപ്രകാരം മാർത്തയെ പോലെ പല കാര്യങ്ങളൊക്കെ നമ്മൾ വിശുദ്ധ സ്ഥലത്ത് ചെയ്തു തീർക്കാം. വിശുദ്ധ സ്ഥലത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഒത്തിരി ശുശ്രൂഷയൊക്കെ നടക്കുന്നുണ്ട് വിശുദ്ധ സ്ഥലത്ത്, ഹോളി പ്ലേസിൽ. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. നാമും കൂടെ അവിടെ എത്തുമ്പോൾ നാമും ദൈവവും മാത്രമേ ഉള്ളൊരു കർത്താവായിട്ടുള്ളൊരു വൺ ടു വൺ റിലേഷൻഷിപ്പ്, ആ ഒരു ഫെലോഷിപ്പ്, ആ ബ്രൈഡൽ റിലേഷൻഷിപ്പ്, ആത്മമണവാളനായിട്ട് യേശുവിനെ അറിയുന്ന ഒരു ആത്മബന്ധം. അതാണ് അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവുമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. ബാക്കി മാർത്തയെ പോലെ നമുക്ക് കർത്താവിന് എന്നവണ്ണം ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ നോക്കും വിശുദ്ധ സ്ഥലത്ത്. പ്രാകാരത്തിൽ പിന്നെ ലോകപ്രകാരമുള്ള ഒരു ജഡിക പ്രകാരമുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും പ്രാകാരത്തിലെ ആൾക്കാര് അവര് സമാഗമന കൂടാരത്തിലേക്ക് എത്തി. അവര് രക്ഷിക്കപ്പെട്ടു, ലോകത്തല്ല, ഗേറ്റിനുള്ളിലാണ്. പക്ഷെ എന്നാ അവര് ലൗകികരായിട്ടുള്ള ഒത്തിരി പ്രയോറിറ്റീസും കാര്യങ്ങളും ഒക്കെ ലോകപ്രകാരമുള്ള ആൾക്കാരുടെ പല മുൻഗണനകളൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടെയൊക്കെ റിഫൈൻഡ് ആയിട്ട് വിശുദ്ധ സ്ഥലത്തേക്ക് എത്തുന്നവർ പല ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മള് പുസ്തകത്തിൽ അതിവിശുദ്ധത്തിലെ ടെസ്റ്റമെന്റ്സ് തന്നെ ഞാൻ ഒന്നോട് വായിക്കുക. സമാഗമന കൂടാരത്തിന് അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നത്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലാണ് പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലുള്ള ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെ നാം മറിയത്തെ പോലെ കർത്താവിനെ പാദപീഠത്തിങ്കിലിരിക്കുകയും അവിടുത്തെ വചനത്തെ ശ്രദ്ധിക്കുകയുമാണ്. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ഹൗസ് ഡെഡിക്കേഷൻ സെറമണിയിൽ നമ്മൾ ആ സന്ദേശമാണല്ലോ പറഞ്ഞത്. ആ ഒരു മറിയം തിരഞ്ഞെടുത്ത നല്ല അംശം അത് വേറെ ആർക്കും അത് അപഹരിച്ചുകൊണ്ട് പോകാനൊക്കെയില്ല. ലൂക്കോസ് 10:42 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കർത്താവേ, അവിടുന്ന് എന്താണോ പറയുന്നത് അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എന്നെ അങ്ങ് സമർപ്പിക്കുന്നു. ആ ഒരു മുൻഗണന, കർത്താവിനോടുള്ള ഒരു കൂട്ടായ്മ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക, കർത്താവിനോടുള്ള കൂട്ടായ്മ, കർത്താവിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആത്മാവില് കർത്താവിനോട് ഒന്നായി ചേരുന്നൊരവസ്ഥ. നമ്മുടെ ആത്മാവും കർത്താവിൻ്റെ ആത്മാവും ഒന്നായി എഴുകി ചേരുന്നൊരവസ്ഥ എപ്പോഴാ? പരിശുദ്ധാത്മാവിന്റെ നിറവില യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞു കവിയുമ്പോഴാണ് നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവുമായിട്ട് ഒന്നായി ചേരുന്നൊരവസ്ഥ. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ കർത്താവിനോട് ഏകാത്മാവാകുന്നു നമ്മളെവിടെ വായിക്കുന്നേ? 1 കൊരിന്ത്യർ 6:17 വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യമാണ്. 1 കൊരിന്ത്യർ 6:17 നമ്മൾ വായിക്കുന്നത് വൺ ഹു ജോയിൻസ് ഹിംസെൽഫ് ടു ദ ലോർഡ് ഇസ് വൺ സ്പിരിറ്റ് വിത്ത് ഹിം. അതാണ് ആരാധന. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ അറിയുന്നു, പറയുന്നു, ചെയ്യുന്നു. എന്നാൽ നമ്മെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട് യാഗമായി തീർന്നാലും നമ്മൾ പാടിയതുവരെ എല്ലാം തന്നാലും യാഗമായാലും തുല്യമാവത്തില്ല കർത്താവേ, എന്നെ തന്നെ യാഗമായിട്ട്, ജീവനുള്ള യാഗമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ അങ്ങ് ആരാധിക്കുന്നു. ജീവനുള്ള യാഗമായിട്ട് നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ, എല്ലാ മേഖലയിലുള്ള നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ സമർപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞ് കർത്താവിനോട് നമ്മൾ ഒന്നായി ചേർന്ന് കർത്താവിന്റെ സന്നിധിയിലുള്ള ഒരു ആനന്ദത്തിന് പരിപൂർണത, കർത്താവിൽ തന്നെ നമ്മൾ മതിമറക്കുന്ന, കർത്താവിന് എല്ലാ മഹത്വവും കർത്താവിൽ തന്നെ എല്ലാ ഫോക്കസും ആയിരിക്കുന്ന, എല്ലാ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഒരവസ്ഥ. അതാ ആരാധന, അതാ അതിവിശുദ്ധ സ്ഥലം, അതാണ് കാന്ത. അങ്ങനെ കാന്തയായിട്ടുള്ളവര് ശുശ്രൂഷിക്കുക. അപ്പൊ അവര് പിന്നെ ഒന്നും ശുശ്രൂഷിക്കാതെ വെറുതെ അവിടെ കർത്താവിന്റെ കാൽക്കിൽ അങ്ങ് ചടഞ്ഞിരുന്നാൽ മതി എന്നുള്ള കാര്യമല്ല. മറിച്ച് കർത്താവിൽ നിന്ന് കേട്ട് അവര് ശക്തി പ്രാപിക്കുന്നതുകൊണ്ട് അവര് കഴുകിനെ പോലെ ചിറകടിച്ച് പറന്നുയരും. അവരെ എന്തിനാ പറഞ്ഞേ, 10 മാർത്തമാരോ അല്ലെങ്കിൽ 1000 മാർത്തമാര് ചെയ്യുന്നതിനെക്കാട്ടില് നിത്യതയ്ക്ക് വിലയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ദൈവം അതുപോലെ കർത്താവിന്റെ കാൽക്കൽ കാത്തിരിക്കുന്ന മറിയമാരെ കർത്താവ് ഉപയോഗിക്കും. കർത്താവിന്റെ ഇത് എന്തെന്നറിഞ്ഞ് കർത്താവിന്റെ ശക്തിയായാലും കർത്താവിന്റെ നാമഹൂത്വത്തിനായിട്ട് അവർ ചെയ്യും. ഫ്രം ഗോഡ്, ത്രൂ ഗോഡ്, ടു ഗോഡ്. നമ്മള് റോമർ 11:36 നമ്മളിപ്പോഴും വായിക്കാറുണ്ട്. അതാ പൊന്നെ വെള്ളി വിലയേറിയ കല്ലുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 1 കൊരിന്ത്യർ 3:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പറയുന്നതിന് കാരണം ഇതെല്ലാം നമ്മൾ ഒത്തിരി കാലങ്ങളായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്യങ്ങളായതുകൊണ്ട് മിക്കവർക്കും അത് തറവായിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നത്. വെച്ചാൽ നിത്യതയ്ക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ആ ഒരു മറിയത്തെ പോലെ ആ ഒരു യെരുശലേം ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ത്രിമാനാകൃതിയിലുള്ള ഒരു
ക്യൂബായിട്ട് നീളവും വീതിയും ഉയരവും സമമായിട്ടുള്ള ഒരു സമചതുരത്തിന്റെ കാര്യമായിട്ട് അത് ചിത്രീകരിക്കുമ്പം അവിടെ എന്തൊക്കെയോ യോഹന്നാൻ എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നു, എന്തോ നീളവും വീതിയും ഒന്നാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് എന്താ എന്ന് നമുക്ക് വേണമെങ്കിൽ ആഗ്രഹത്തോടെ അങ്ങ് വായിച്ചു പോയി. ഇത് എഴുതിയിരിക്കുമ്പോൾ അത് സിഗ്നിഫൈ ചെയ്ത എഴുതിയിരിക്കുന്നത്, ഇതൊരു അടയാളങ്ങളിലാണ് ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇതേ വെളിപാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വായിച്ചത്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഞാൻ പലപ്പോഴും അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വെളിപാട് 1-ന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ എന്താ നമ്മൾ വായിക്കുന്നേ, വിശി കമ്മ്യൂണിക്കേറ്റഡ് എന്നുള്ളൊരു വാക്ക് നമ്മളവിടെ വായിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റഡ് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചു. ആ പ്രദർശിപ്പിച്ചു എന്നുള്ള വാക്ക് സെമൈനോ എന്ന് പറഞ്ഞൊരു വാക്ക്, ടു സിഗ്നിഫൈ, ടു ഗീവ് എ സൈൻ, ടു സിഗ്നിഫൈ എന്ന് പറയുന്നത് അടയാളം. സേമ എന്നുള്ള വാക്കിന് മാർക്ക് അല്ലെങ്കിൽ അടയാളം എന്നുള്ള ഒരു വാക്ക് ഗ്രീക്കില്. സെമൈനോ എന്ന് പറഞ്ഞാൽ അടയാളത്തോടെ കാണിച്ചു എന്നുള്ളത്. അപ്പൊ ഈ വെളിപാട് പുസ്തകത്തിൽ മൊത്തം അടയാളങ്ങളാണ്. പല അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, പല സിംബോളിക് ലാംഗ്വേജ്, പല പ്രതീകാത്മകമായ പല പ്രതീകങ്ങളാണ്, പല അടയാളങ്ങളാണ്. എന്നാൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ ആ ഒരു ആത്മീയ അർത്ഥം നമ്മളത് ആത്മാവിൽ ഗ്രഹിക്കുമ്പോൾ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ എത്ര എക്സൈറ്റിംഗ് ആയിരിക്കും. അതായത് ഈ യെരുശലേം ഒരു ത്രിമാനാകൃതിയിൽ, ത്രിമാന എന്ന് പറഞ്ഞാൽ എന്താ, 3 ഡയമെൻഷനൽ, 3 ഡയമെൻഷനായിട്ടുള്ള ഒരു ക്യൂബ് ആണെന്ന് പറയുമ്പോൾ കർത്താവെ, അത് പഴയ നിയമത്തിലെ അതിവിശുദ്ധ സ്ഥലം, അത് 15 അടി പൊക്കവും 15 അടി ഉയരവും വീതിയൊക്കെ ഉയരവും വീതിയും നീളവും ഒക്കെ 15 അടി ഉള്ളതായിരുന്നു. പഴയ നിയമത്തില് 15 അടി എന്ന് പറയുമ്പോൾ 4.57 മീറ്റർ. നമുക്ക് അടി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാർക്ക് നമുക്ക് എത്ര അടി എന്നൊക്കെ പറഞ്ഞാൽ അത്ര കത്തത്തിലായിരിക്കും. ഒരു 4.5 മീറ്റർ എന്ന് പറയും 15 അടി എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്രയും അങ്ങനെയുള്ള ഒരു, അതാണ് അതിവിശുദ്ധ സ്ഥലത്തിന്റെ ആ ഒരു ഡയമെൻഷൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എത്തിച്ചേരുന്നവരാണ് യെരുശലേമിന്റെ ഭാഗമായി തീരുന്നവർ. ബാക്കിയുള്ള വിശ്വാസികളോ 60 മീനിയും 30 മീനിയും വിളയുന്നവരെ അവരങ്ങ് നരകത്തിലോട്ട് പോകുന്നൊന്നുമല്ല. അവര് വിശ്വാസികൾ തന്നെ, അവരുടെ അവരുടെ പ്രവർത്തികളൊക്കെ വെന്തിരിഞ്ഞു പോകും. എന്നാൽ അവരങ്ങ് അവസാനം വരെ നിലനിന്നുകൊണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടു പോകുന്നൊക്കെ നമ്മൾ 1 Corinthians 3:15 വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ കുറിച്ചൊരു കാറ്റഗറി ആയിട്ട് നമ്മളിവിടെ കാണുന്നത് വെളിപാട് 19-ന്റെ 9-ാമത്തെ വാക്യത്തിലാ. എന്താ, വെളിപാട് 19:9 കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരായിട്ട് അവരവിടെ ഉണ്ട്. അവർക്കും അനുഗ്രഹമാണ്. എന്താ, അവര് നരകത്തിലല്ല എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെ. പക്ഷേ എങ്കിലും അവര് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ, അവർ കാന്തയുടെ ഭാഗമായിട്ട് തീരുന്നില്ല. അപ്പൊ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരും ഉണ്ട്, കാന്തയുടെ ഭാഗമായിട്ടുള്ളവരും ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ വിശ്വാസം നിലനിന്ന് അവസാനം സ്വർഗത്തിൽ ചെന്നാൽ മതി എന്നുള്ളൊരു മിനിമം അജണ്ടയാണോ, അതോ കർത്താവെ അവിടുന്ന് എല്ലാമായി തീർന്നിട്ട് കർത്താവെ ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവിടത്തേക്ക് സമർപ്പിക്കാതെ ഒരു പാതിബന്ധ യാഗമായിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് സ്വയകേന്ദ്രിതമായിട്ട് അങ്ങ് ജീവിച്ച് സമയമൊക്കെ വേസ്റ്റ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളൊക്കെ നമ്മൾ തന്നെ എടുത്ത് കർത്താവിനോടൊന്ന് ആലോചന ചോദിക്കാതെ, കർത്താവിനോടുള്ളൊരു കൂട്ടായ്മയൊന്നും വിലമതിക്കാതെ നമ്മളങ്ങ് പോവുകയാണെങ്കിൽ നമ്മൾ കാന്തയായി മാറത്തില്ല. അവസാനം വിശ്വാസത്തിൽ നിലനിൽക്കുവാണെങ്കിൽ, വിശ്വാസത്തിൽ വീണു പോകുന്നവർ വേറെ ഉണ്ട്. അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം സംഭവിക്കുന്നവർ. 2 Thessalonians 2:4 വാക്യത്തിൽ വിശ്വാസത്യാഗം, അനേകരെ വിശ്വാസത്തിൽ വീണു പോകുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷകൻ നഷ്ടപ്പെടും. വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെട്ടെ വിശ്വാസത്തിൽ വീണു പോകുന്ന പറയുമ്പോൾ അവർ രക്ഷകനെ നഷ്ടപ്പെടുന്ന അനേകരുണ്ട്. എന്നാൽ രക്ഷയിൽ തന്നെ നിലനിന്നിട്ടും നമ്മൾ സ്വർഗത്തിലെത്തുമ്പം കർത്താവിനോട് അങ്ങ് അടുക്കാൻ പറ്റാതെ വണ്ണം നമ്മളങ്ങ് ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. കാരണം എന്താ, നമ്മളെ ഭൂമിയിലും കർത്താവിനോട് ഒരു അകലം വിട്ട് പിൻചെല്ലുന്ന ഒരു മനോഭാവമായി പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ യെരുശലേമിനെ കുറിച്ച് ഒരു ക്യൂബിക്കല എന്നുള്ള കാര്യമൊക്കെ, ക്യൂബ എന്നൊക്കെ വായിക്കുമ്പോൾ ഇതൊരു അതിപരിശുദ്ധ സ്ഥലത്തിന്റെ പ്രതീകമാണെന്ന് വായിക്കുമ്പോൾ, കർത്താവേ, ഇങ്ങനെയും എനിക്ക് എപ്പോഴും ആ അതിപരിശുദ്ധ സ്ഥലത്ത് തന്നെ ഇന്ന് തന്നെ എനിക്ക് ആയിരിക്കണം. അതിനായിട്ട് എന്നെ തന്നെ യാഗമായിട്ട്, അതിനായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, നമ്മളായിട്ടൊന്നും തലകുത്തി മറിയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ മറിച്ച് നമ്മെ തന്നെ ഒരു പൂജ്യമായിട്ട്, 0 ആയിട്ട് അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി. അപ്പം പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറഞ്ഞ് എന്താ, നമ്മളുടെ ആ ജഡമാകുന്ന തിരശ്ശീല, അത് വചനത്തിന് വചനമാകുന്ന വാള് കൊണ്ട് ജഡമാകുന്ന തിരശ്ശീല ചീന്തൽ സംഭവിച്ച് നമ്മൾ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറയും. നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനൊരു ബ്രേക്കിംഗ്, നമ്മുടെ സ്വന്തം ഇഷ്ടം ഓരോ സമയത്തും കർത്താവ്യം ഞാൻ മരണത്തിനായിട്ട് ഏൽപ്പിക്കുന്നു. അത് പണത്തോടുള്ള ബന്ധത്തിലാവട്ടെ,
മനുഷ്യമാനത്തോടുള്ള ബന്ധത്തിലാവട്ടെ, ജനിക സുഖങ്ങളുള്ള ബന്ധത്തിലാവട്ടെ, ഈ ലോകമയത്തിൽ നിന്ന് കർത്താവ് വേർതിരിഞ്ഞ് വേർപെട്ട് വലിയൊരു വാളുള്ള വാളിനുള്ളിലുള്ളവരാണ് യെരുസലേമിന്റെ ഭാഗമായിട്ട് തീരുന്നത്. ലോകത്തിലേക്ക് പോകുന്നവരല്ല. എന്ന് ആ വലിയൊരു വാൾ എന്ന് പറയുമ്പോൾ മതില്, മതിലിന്റെ വലിയ വിസ്താരം 144 മുഴം അല്ലെങ്കിൽ 72 യാർഡുള്ള ആ ഒരു വലിയ മതിലിനുള്ളിലുള്ള കാന്തയായിട്ട്, പിന്നെന്താ, കർത്താവിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവിനുള്ള കൂട്ടായ്മയില് അതില് ഡിലൈറ്റ് ചെയ്യുന്ന ഒരു കാന്തയായിട്ടായിരിക്കാന്, അങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനത്തെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഒരു ശക്തീകരണം നമ്മൾ പലപ്പോഴും എപ്പോഴും കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പും പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും എത്ര പേർക്ക് അതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. പെന്തക്കോസ്ത് കരിസ്മാറ്റിക് സർക്കിളിൽ പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടും ചാടും കുരയ്ക്കും ഒക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളെ അല്ല നമ്മളീ പറയുന്നത്. മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലം, സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുന്ന ഒരു ശക്തീകരണം, അതിൻ്റെ ഒരു ശക്തീകരണം, ആത്മാവിലുള്ള ഒരു ശക്തീകരണത്തിൻ്റെ ഒരു അനുഭവം, അത് എപ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത്? അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കയറുമ്പോഴാണ് ആത്മാവിന്റെ ഒരു നിറവ് നമ്മൾ അനുഭവിക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കയറണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ജീവനുള്ള യാഗമായിട്ട് ആ അൾത്താരയിൽ, അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒരു അൾത്താരയുണ്ട് എന്നുള്ള കാര്യം, ഒരു സുവർണ അൾത്താര ആ തിരശ്ശീലയ്ക്ക് മുമ്പായിട്ട് സുവർണ ധൂപപീഠം തിരശ്ശീലയ്ക്ക് മുമ്പായിട്ട് വെക്കുന്ന കാര്യമൊക്കെ പുറപ്പാട് 30:6 നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മെ തന്നെ താഴ്ത്തുന്ന, അവിടെ ദൈവം നമ്മളുടെ ഇച്ഛാശക്തിയിൽ നമുക്കൊരു ഒരു ഒരു ചോയ്സ്, ഒരു തീരുമാനം തന്നിട്ടുണ്ട്. അവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അവിടെ നമ്മെ തന്നെ നമ്മൾ താഴ്ത്തുകയാണെങ്കിൽ കർത്താവെ, നമുക്ക് പരാതി പറയാനോ ദേഷ്യപ്പെടാനോ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനോ അങ്ങനെ പല പല കാര്യങ്ങളിലൊക്കെ നമുക്കൊരു മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നിഗളിക്കാൻ, നമ്മെ തന്നെ ഉയർത്താൻ, നമ്മളുടെ സ്വാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൊക്കെ ആയിരിക്കാനാണ് നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ സ്വയജീവൻ. അവിടെ കർത്താവെ, എനിക്ക് എൻ്റെ ഇഷ്ടം പോലൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജഡത്തിലൊരു ചീന്തലുണ്ടാകും, നമ്മളുടെ ആ സ്വയജീവനിൽ ഒരു ചീന്തലുണ്ടാകും. കർത്താവിൻ്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ്, കർത്താവിൻ്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് നിറയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് നിറയുമ്പോൾ നാം സ്വർഗത്തിലെത്തിയൊരു പ്രതീതി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയാണ് ഈ അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ അത് ആ സ്വർഗം തന്നെയാണ്, സ്വർഗസിംഹാസനം സ്വർഗം തന്നെയാണ് അതിപരിശുദ്ധ സ്ഥലം എന്നൊക്കെ എബ്രായർ 9:24 നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ അതിപരിശുദ്ധ സ്ഥലം പഴയ നിയമത്തിൽ അതൊരു നിഴലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അതിപരിശുദ്ധ സ്ഥലം പറഞ്ഞാൽ ആ സ്വർഗസിംഹാസനം തന്നെ, കർത്താവിന്റെ സാന്നിധ്യം തന്നെ, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ആത്മാവിന്റെ നിറവിൽ എത്തുന്ന, അവിടെ കർത്താവായിട്ടുള്ള ഒരു കൂട്ടായ്മ, ആ മറിയം കർത്താവിന്റെ കാലത്തിലിരുന്ന കർത്താവിനുള്ള ഒരു കൂട്ടായ്മ, കർത്താവിന്റെ ആ വചനങ്ങള്, കർത്താവിന്റെ വാക്കുകൾ ഏറ്റവും അധികം വിലമതിച്ചതുപോലെ, കർത്താവ് വോട്ട് യു വോണ്ട് ടു സ്പീക്ക് ടു മീ, ആ ഒരു ആദ്യ സ്നേഹത്തെ കുറിച്ചൊക്കെ 2-3 ആഴ്ച മുമ്പ് ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ആദ്യ സ്നേഹം, എല്ലാത്തിലുപരി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കർത്താവിന്റെ ചോദ്യമൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ബൈബിൾ സ്റ്റഡിയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മളത് കേട്ടായിരുന്നു. യോഹന്നാൻ 21:15, 16, 17 വാക്യങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും കർത്താവ് ചോദിക്കുക, മണിയമോളെ, നീ എന്നെ എല്ലാത്തിലുപരിയായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ആ ഒരു കർത്താവിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് കേൾക്കാം. അതിനായിട്ട് കർത്താവ്, അതിനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവ്, അതിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമുക്ക് കർത്താവിനുള്ളൊരു ആഴത്തിലുള്ളൊരു കൂട്ടായ്മ, കർത്താവിനെ അറിയുന്ന ഒരു കൂട്ടായ്മ. നമ്മള് അവിടെ 10 കന്യകമാരുടെ ഉപമ, ബുദ്ധിയുള്ള 5 കന്യകമാരുണ്ടായിരുന്നു, ബുദ്ധിയില്ലാത്ത 5 കന്യകമാരുണ്ടായിരുന്നു, വൈസ് ആൻഡ് ഫുളിഷ് വെർജിൻസ് അല്ലേ. അവിടെ മാത്യു 25 ആദ്യത്തെ 12-13 വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഫുളിഷ് വെർജിൻസിനോട് കർത്താവ് പറയുന്നൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഐ നെവർ ന്യൂ യു എന്ന് പറയുന്നില്ല. ഐ നെവർ ന്യൂ യു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ ആരോടാന്ന് ചോദിച്ചാൽ, വലിയ വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്ത് കർത്താവിനെ നാമത്തിൽ പ്രവചിക്കുകയൊക്കെ ചെയ്ത് ആൾക്കാരെ, എന്നാൽ അവർക്ക് കർത്താവിനെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അവരൊരിക്കലും ഒരു കർത്താവിനെ അറിയുന്ന, നോയിങ്, കർത്താവിനെ അതുപോലെ ആത്മാവിനെ അറിയുന്ന ഒരു അതുപോലൊരു ആത്മബന്ധത്തിലേക്ക് അവർ വന്നിട്ടില്ലാത്തവരായിരുന്നു, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവരായിരുന്നു. നമ്മള് മത്തായി 7:22-23 കാണുന്ന ഒരു കാറ്റഗറി. എന്നാൽ മത്തായി 25 അധ്യായത്തില് ഐ നെവർ ന്യൂ യു എന്ന് പറയുന്നില്ല, ഐ ഡു നോട്ട് നോ യു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തൊക്കെയോ നിങ്ങൾ പണ്ടെന്നോ അറിഞ്ഞിരുന്നു, എന്നാൽ ഇപ്പോ
എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ അങ്ങ് വീണുപോയി. ആദ്യകാലങ്ങളിൽ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു, അതുപോലൊരു ആത്മബന്ധവും ഒരു സജീവമായ കർത്താവിനോടുള്ളൊരു സ്നേഹവും തീക്ഷ്ണതയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യ സ്നേഹമൊക്കെ വിട്ടുപോയി. നിങ്ങളുടെ എണ്ണപാത്രത്തിൽ എണ്ണയൊക്കെ തീർന്നിട്ടും കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, ബാക്കിയുള്ളവരുടെ മുമ്പിൽ കുറച്ച് സാക്ഷിയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആരും കാണുന്നില്ലല്ലോ, എണ്ണ ഉണ്ടോ ഇല്ലയോ എന്ന് ആരും കാണുന്നു, വെളിച്ചമൊക്കെ കുറച്ചുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് ഒപ്പിച്ച് അങ്ങ് മുമ്പോട്ട് പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. എന്നാൽ കർത്താവ് കാന്തൻ വരാൻ താമസിപ്പിച്ചപ്പോഴത്തേക്കും ഡിലേ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മത്തായി 25-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദ ബ്രൈഡ് ഗ്രൂം വാസ് ഡിലേയിങ്, 5-ാമത്തെ വാക്യം. കർത്താവ് മണവാളൻ താമസിക്കുമ്പോൾ, അവിടെ താമസം വന്നിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാവരും വയസ്സായിട്ട് കാണപ്പെട്ടേനെ. വളരെ ഞങ്ങളുടെ പാത്രത്തിൽ എണ്ണയുണ്ട്, അവരുടെ പാത്രത്തിൽ എണ്ണയുണ്ട്. എന്നാൽ ഫുളിഷ് വെർജിൻസിന് എക്സ്ട്രാ ഫ്ലാസ്ക് ഓഫ് ഓയിലൊന്നും ഇല്ലായിരുന്നു. അവരുടെ രഹസ്യ ജീവിതത്തിൽ അവര് ആ ഒരു ക്രൂസിന്റെ അനുഭവത്തിൽ ഓയിൽ എങ്ങനെയാ കിട്ടുന്നതെന്നൊക്കെ നമ്മളിപ്പോഴും പലപ്പോഴും പറയാറുണ്ട്. അത് ചതഞ്ഞ് ചതച്ചെടുത്ത ഇടിച്ച് ചതച്ചെടുത്ത ഒലിവെണ്ണ, തെളിവുള്ള ഒലിവെണ്ണ എന്നൊക്കെ പുറപ്പാട് 20-27 വാക്യം ഒക്കെ നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള വാക്യം. അതായത് നമ്മുടെ ജീവിതത്തിലെ ചില ക്രൂസിന്റെ അനുഭവം, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അവിടെ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ ഹിതത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു എണ്ണ ഉൽപാദനം നടക്കുക, അവിടെ ഒരു ഓയിൽ പ്രൊഡക്ഷനാണ് നടക്കുന്നത്. എന്താ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജീവൻ നമ്മളിൽ അധികമായിട്ട് ഒന്ന് നിറയുന്നു. അങ്ങനെ ആ ഒരു എക്സ്ട്രാ ഫ്ലാസ്ക് ഓഫ് ഓയിൽ വൈസ് വെർജിൻസിനുണ്ടായിരുന്നു. അവര് കർത്താവിനെ അറിയുന്നവരായിരുന്നു. ഈ ക്രൂശിന്റെ അനുഭവത്തിലൂടെയൊക്കെ അവര് കർത്താവോടുള്ള ഒരു ആത്മബന്ധത്തിൽ കർത്താവിനെ അറിയുന്നവരായിരുന്നു. എന്നാൽ നമ്മൾ അവിടെ മത്തായി 25-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവൻ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നില്ല. അത് മത്തായി 7-23 ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, പ്രസന്റ് ടെൻസിൽ ഐ ഡു നോട്ട് നോ യു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവര് അങ്ങ് നരകത്തിലേക്ക് തള്ളപ്പെടുന്നതായിട്ടുള്ള കാര്യമൊന്നും നമ്മളവിടെ കാണുന്നില്ല. ഫുളിഷ് വേർജിൻസ്, അവരെ വേർജിൻസ് തന്നെ ആയിരുന്നു, എന്നാൽ അവരുടെ കന്യകമാര് തന്നെ ആയിരുന്നു. എന്നാൽ അവര് നരകത്തിലേക്ക് തള്ളപ്പെടുന്നതായിട്ടുള്ള രംഗമൊന്നും നമ്മളവിടെ കാണുന്നില്ല. പക്ഷെ അവരെ കാന്തയുടെ ഭാഗമായിട്ടായി തീരുന്നില്ല. ഒരു പക്ഷേ 60-30 മേനി ആയിരിക്കുന്നവരുടെ ഭാഗമായി തീരുമാനിക്കാം. അങ്ങനെ എനിക്കതിൽ ഇത് മനസ്സിലാവുന്നത്. ആകയാൽ നാളെ നാഴിക നിങ്ങൾ അറിയാമെങ്കിൽ ഉണർന്നിരിക്കുകയും, ആ ഒരു ഉണർവോടെ, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ആ ഒരു ആത്മാവിൽ ഉണർവോടെ, ശരിയാണ്, നമ്മൾ കിടന്നുറങ്ങേണ്ട സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഉറങ്ങുമെല്ലാം ചെയ്യുന്ന റെസ്റ്റ് എടുക്കണം. എന്നാൽ ആത്മാവിലുള്ള ഒരു ജാഗ്രതയോടെ, കർത്താവിനോടുള്ള ഒരു നിർമ്മല മനസാക്ഷിയോടെ ആ ഒരു എണ്ണപാത്രത്തിൽ നിറഞ്ഞു കവിയുന്ന എണ്ണയുമായിട്ടുള്ളവർ, അത് ആ ഒരു സമചതുരം ക്യൂബിക്കൽ സ്ട്രക്ചർ, നീളവും വീതിയും ഉയരവും ആ ഒരു കർത്താവെ അവിടുത്തെ കാന്തയുടെ ഭാഗമായി തീരാൻ തക്കവണ്ണം ആദിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കർത്താവെ ഞാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ എൻ്റെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് കർത്താവെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഇതൊക്കെ മതി എന്നുള്ളൊരു ഇതാണോ, അതോ യഥാർത്ഥത്തിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവെ അവിടുത്തെ ആത്മാവിൻ്റെ ഒരു നിറവിൻ്റെ അനുഭവം ഇന്ന് എനിക്ക് ഫ്രഷായിട്ട് വേണം. അതിൻ്റെ ഒരു ഉറപ്പില്ലാത്തവര് ആ ഒരു കർത്താവിൻ്റെ ആത്മാവിനെ നിറച്ചു എന്നുള്ളൊരു ഉറപ്പിലേക്ക് നമ്മൾ വരണം. അതിനായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. പലപ്പോഴും ഈ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ജനിച്ച് വളർന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആ ഒരു രക്ഷിക്കപ്പെട്ടതിന്റെ ഉറപ്പ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഉറപ്പ് അങ്ങ് തന്നാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഉറപ്പ് കിട്ടുമ്പോൾ പിന്നെ രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം പിന്നെ കൂടുതൽ പ്രത്യേകിച്ച് ഉറപ്പിക്കേണ്ടി വരത്തില്ല. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഉറപ്പും കിട്ടുന്നത്. അപ്പോൾ അത് ആ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഒരു ഉറപ്പ്, കർത്താവിന്റെ സ്നേഹവും സമാധാന ശക്തിയൊക്കെ വന്ന് നിറയത്തക്കവണ്ണം കർത്താവെ എന്നെ തന്നെ അങ്ങ് ഏൽപ്പിക്കുന്നു. അത് നമുക്ക് അതിന് പ്രായമോ സാഹചര്യം ഒന്നിനും ഒരു തടസ്സമില്ല. നമ്മളെ തന്നെ അങ്ങ് കർത്താവിനായിട്ട് പൂർണ്ണമായിട്ട് അങ്ങ് തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ ദൈവത്തിന് ആത്മാവ് നമ്മളിൽ ഒന്നും നിറയും. നമ്മെ തന്നെ കർത്താവെ എനിക്ക് എൻ്റെ ഇഷ്ടമൊന്നും ചെയ്യേണ്ട, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ പല മേഖലയിലും ഞാനിനി വീണു പോകുമോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ കാണാം. പക്ഷെ കർത്താവെ ഐ ഡു നോട്ട് വോണ്ട് ടു ഡു മൈ വിൽ, എൻ്റെ ഇഷ്ടം ഒരു പാപം പോലും കർത്താവെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ല, അതിനായിട്ട് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എന്നെക്കൊണ്ട് കഴിയത്തില്ല, പക്ഷെ കർത്താവെ അവിടത്തേക്ക് എന്നെ കാക്കുവാൻ സാധിക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറയും. അപ്പോൾ ആ പരിശുദ്ധാത്മ നിറവിലാണ് നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്തിൽ എത്തുന്നത്. പിന്നെ അവിടെ തന്നെ നിലനിൽക്കുന്നത് എങ്ങനെയാ, ക്രൂശിന്റെ വഴിയിലാണ് അതിപരിശുദ്ധ സ്ഥലത്ത് തന്നെ നമ്മൾ നിലനിൽക്കുന്നത്. ക്രൂശിന്റെ വഴി എന്ന് പറയാൻ നമ്മെ തന്നെ എപ്പോഴും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ദൈവത്തിന് മുമ്പാകെ എപ്പോഴും ഒരു സീറോവായിട്ട് വട്ടപൂജ്യമായിട്ട് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ നമ്മൾ നിരന്തരമായിട്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധമാനമായിട്ടുണ്ടാകും.
വർത്തമാനമായിട്ടെന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് മെഷറിൽ കൂടുതൽ കൂടുതലായിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു സന്തോഷമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. അല്ലാതെ ഭാരപ്പെട്ട് പരാതിയും പെറുപെറുപ്പും കയ്പും അസൂയയും ആകുലചിന്തകളും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ പോകുന്ന ഒരു ഭാരം പിടിച്ച ഒരു കയ്പ് നിറഞ്ഞ ജീവിതമല്ല, മറിച്ച് സന്തോഷത്തിന്റെ ശരിയാണ് പല പ്രയാസങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ട്, എന്നാൽ അവിടെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു സന്തോഷത്തിലുള്ള ഒരു ജീവിതം. അപ്പൊ അതാണ് അതിപരിശുദ്ധ സ്ഥലത്തിലുള്ള ജീവിതം. അതാണ് കാന്തയായി തീരുന്ന ജീവിതം, കാന്തയുടെ ജീവിതം. നമ്മൾ കാന്തയായിട്ട് തീർന്നിട്ടുണ്ട്. എല്ലാ വിശ്വാസികളും കാന്തയുടെ ഭാഗമാകുമെന്നൊക്കെയാണ് പലരും ഇന്ന് ക്രിസ്തീയ ലോകത്ത് പഠിപ്പിക്കുന്നതെന്ന് ദൈവവചനത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല. നമ്മൾ സാങ്ക്വറിയിൽ നിന്നും നമ്മൾ ആദ്യ പുസ്തകത്തിൽ നിന്നല്ല നമ്മളത് ക്ലിയർ ആയിട്ട് കണ്ടു. നമ്മളത് പുസ്തകത്തിൽ നിന്ന് കണ്ടതുകൊണ്ടല്ല, വചനത്തിൽ നിന്ന് അത് കണ്ടുകൊണ്ട് നമുക്കത് അറിയാം. എല്ലാവരും കാന്തയുടെ ഭാഗമായിട്ട് തീരുന്നില്ല. ആ, കാന്തയായിട്ടായിത്തീരുന്നവരുണ്ട്, കല്യാണത്തിന് ക്ഷണിക്കപ്പെടുന്നവരും ഉണ്ട്. അപ്പം ഞാൻ തിരിച്ച് ആദ്യമേജം പുസ്തകത്തിലെ സെൻസസുകളും കൂടെ ഒന്ന് വായിച്ചങ്ങ് തീർക്കാം. യെരുശലേം ഒരു ക്യൂബാണെന്ന വസ്തുത മറ്റൊരു സത്യത്തിലേക്കും വിരളയുണ്ടെന്ന്. അപ്പം ഒരു ക്യൂബാണെന്നുള്ളതിന്റെ ഒരു ഫാസറ്റാ ഇത്. അതിപരിശുദ്ധ സ്ഥലത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ച്. പിന്നെ അതിന്റെ വേറൊരു ഷെയ്ഡ് ഓഫ് മീനിങ്ങും കൂടെ എന്താണെന്ന് ചോദിച്ചാൽ, യെരുശലേമിൽ പങ്കാളിത്തമുള്ളവരുടെ ജീവിതത്തിൽ നീളവും വീതിക്കും തുല്യമായ ആഴവും ഉണ്ടായിരിക്കണം. നമ്മൾ ഓൾറെഡി ഞാനതൊന്ന് സൂചിപ്പിച്ചു. അതായത് 2 ഡയമെൻഷൻ അല്ല, 3 ഡയമെൻഷൻ, ലെങ്തും ബ്രെഡ്ത്തും മാത്രമല്ല, ഒരു ഡെപ്തും കൂടെ ഉണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്തും കൂടെ ഉണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആളുകൾ അവരുടെ ബാഹ്യ ജീവിതത്തിൽ കാണുന്ന അത്രയും ആഴം തന്നെ ദൈവം അവരുടെ ആന്തരിക ജീവിതത്തിലും കാണുന്നു. ബാക്കിയുള്ളവർ കാണുമ്പോൾ അയ്യോ വലിയ ആത്മീയനായ സഹോദരൻ സഹോദരി, പക്ഷെ ആന്തരിക ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ആഴമില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു വലിയൊരു ഈ ഒരു ഫ്ലക്സ് ബോർഡ് മാതിരി ഉണ്ടെന്ന്, പുറമെ അകത്തോട്ടൊന്നുമില്ല. ചില പ്രതിമ മാതിരിയൊക്കെ ചിലരുടെ മനുഷ്യരൂപം ഇങ്ങനെ കാണാം. നമ്മൾ നോക്കുമ്പോൾ എന്തോ ആളെ നിൽക്കുന്നവർക്ക് തോന്നും. ചെന്ന് അടുത്ത് നോക്കുമ്പോൾ ഇതൊരു 2 ഡയമെൻഷനിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ വരച്ച് വെച്ചേക്കുന്നതായിരുന്നു എന്നുള്ള കാര്യം, പേപ്പറിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നതായിരുന്നു എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് മുമ്പേ ഒരു അങ്ങനെ ഒരു ബാഹ്യ ജീവിതം മാത്രമുള്ളതാണോ, അതോ നിങ്ങൾ കിണ്ടുകിണ്ണങ്ങളുടെ പുറം മാത്രം വെടുപ്പാക്കിയിട്ട് എന്താ കാര്യം? അകം വെടുപ്പാക്കിയ പുറം താനെ വെടുപ്പായിക്കൊള്ളും എന്നുള്ള കാര്യം കർത്താവ് അവിടെ മത്തായി 23:26 വാക്യത്തിലൊക്കെ പരീശന്മാരോട് പറയുന്ന ഒരു വാക്യമൊക്കെ നമുക്കറിയാം. എന്നാൽ മിക്ക ക്രിസ്ത്യാനികളും ക്യൂബ് പോലല്ല, സമചതുരം പോലാണ്. ഞാൻ ആദ്യമേ പുസ്തകത്തിൽ സെൻസ് അങ്ങ് വായിച്ചു തീർക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ബാക്കിയുള്ള പൊഷനിലോട്ട് തുടങ്ങാമല്ലോ. ആളുകൾ കാണുന്ന അവരുടെ ബാഹ്യഭാഗം വളരെ വലുതാണ്, ആന്തരികമായിട്ട് ഒട്ടും ആഴമില്ല. ആളുകളുടെ മുമ്പാകെ ബഹുമാനം വർദ്ധിക്കും തോറും അവരുടെ സമചതുരം, ചിലർക്കാണെങ്കിൽ വലിയ റെപ്യൂട്ടേഷൻ, അയ്യോ ക്രിസ്തീയകുളത്തിൽ വലിയ പേരും പദവി എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ ഫ്ലെക്സ് ബോർഡ് എന്ന് പറയുന്നുണ്ടൊക്കെ, വലിയ നീളവും വീതിയൊക്കെ ഉണ്ട്. പക്ഷേ അപ്പം വലിയ ഒരു സ്ക്വയർ ആയിരിക്കുന്നതിനെക്കാട്ടും നല്ലത് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ക്യൂബെങ്കിലും ആയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, വലിയ ഭക്തിയുടെ വലിയ വേഷം ഒക്കെ ആയിട്ട് ഇരിക്കുന്നതിൽ അറ്റ്ലീസ്റ്റ് വലിയ വേഷമോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഉള്ള അതൊരു ക്യൂബ്, ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ കടുകുമണിക്കകത്ത് എന്താ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുക, പൊള്ളയായിട്ടുള്ള വിത്തല്ല കടുകുമണി എന്ന് പറയുന്നത് പോലെ. അപ്പം എന്നാൽ അന്ത്യന്യായവിധിയുടെ സമയത്ത് ദൈവം ഈ സമചതുരങ്ങളെ വശങ്ങളിലൂടെ സമചതുരം എടുത്ത് കർത്താവിനെ ഫ്ലിപ്പ് ചെയ്യും. അപ്പം ഒന്നുമില്ലായിരുന്നു, ഇത്രയും ആൾക്കാരുടെ മുന്നിലുള്ള ഒരു ഭയങ്കര ഒരു പുറംപൂച്ച മാത്രമേ ഉള്ളായിരുന്നു, ഉള്ളിലൊന്നും ഇല്ലായിരുന്നു, കൊള്ളയായിരുന്നു എന്നുള്ള കാര്യം. കടലാസിന്റെ കനം മാത്രമേ ഉള്ളെന്ന് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണും. അവർ ക്യൂബുകളെല്ലാം മറിച്ച് സമചതുരങ്ങൾ മാത്രമാണ്. അത്തരം ആളുകൾ ഒരിക്കലും യെരുശലേമിന്റെ ഭാഗമായിരിക്കുകയില്ല. ആളുകളുടെ മുമ്പാകെ മാനം കൊണ്ട് മാത്രം ജീവിക്കുന്നതിന് നാം ഭയപ്പെടണം. മനുഷ്യമാനം അത് എത്ര വലിയൊരു ആപത്താണ്. മനുഷ്യഭയം ഒരു കെണിയാണ്. നമ്മളത് സദൃശ്യവാക്യം 29-25 നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യഭയം. പക്ഷെ ഈ മനുഷ്യഭയം പലപ്പോഴും വരുന്നതിന്റെ കാരണം തന്നെ മനുഷ്യമാനം തേടുന്നതാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ മനുഷ്യമാനത്തിനായിട്ടുള്ള ഒരു ജീവിതം അത് വലിയൊരു ആപൽക്കരമായിട്ടുള്ള ഒരു കാര്യം. ഒരു വലിയ സമചതുരാകുന്നേക്കാൾ ഭേദം ഒരു ചെറിയ ക്യൂബ് ആകുന്നതാണ്. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നുള്ളൊരു കാര്യമൊക്കെ. പിന്നെ ആ മതിലിന്റെ വലിയ നീളത്തെക്കുറിച്ചൊക്കെ നമ്മൾ 17-18 വാക്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മളെന്താ അതിന്റെ നമ്മൾ ഈ വെളിപ്പാട് 21 ഒരു പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കും കർത്താവ് നമ്മളെ കൊണ്ടുവരുന്ന കാര്യങ്ങളും ഈ കാന്തയുടെ വരവ്, കാന്ത വെളിപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ഈ കാന്തയുടെ ഭാഗമായി തീർന്നിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് യേശുവിനോട് എനിക്ക് അതുപോലൊരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ
എന്താ നിർമ്മലവും ഏകാഗ്രമായിട്ടുള്ള മണവാളിനോടുള്ള ഒരു ഭക്തി എന്ന വണ്ണം ഒരു മണവാളൻ മണവാട്ടി ബന്ധം ബ്രൈഡൽ റിലേഷൻഷിപ്പ് മാതിരി കർത്താവിനുള്ള ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം നമുക്കുണ്ടോ? അതോ നമ്മളൊരു ചടങ്ങായിട്ടൊരു എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യണം, മീറ്റിംഗ് ഉണ്ട്, ബൈബിള് വായിക്കണമെങ്കിൽ വായിക്കാം, കുടുംബ പ്രാർത്ഥന, എല്ലാവരും പേരിന് ചടങ്ങിന് സൺഡേ മീറ്റിങ്ങിന് അങ്ങ് പോയി എന്ന് അങ്ങ് വരുത്താം, എല്ലാം ഒരു പേരിന് വേണ്ടി ഒരു ചടങ്ങിന് വേണ്ടി ഒരു ചടങ്ങാചാരം എന്ന് നമ്മുടെ തമിഴ് സഹോദരങ്ങൾ പറയുന്നത് നമുക്ക് റിച്വൽ മാതിരി അങ്ങ് ആയിപ്പോകുന്ന ഒരു ജീവിതമാണെങ്കിൽ നമ്മളൊരിക്കലും ഈ കാന്തയുടെ ഭാഗമല്ല. എന്നാൽ എരുസലേം അതൊരു ക്യൂബാണ്. കാന്ത ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ, അതിന് ആഴവും നീളവും ഒക്കെ ആഴവും നീളം പോലെ തന്നെ അതിന് നീളവും വീതിയും പോലെ തന്നെ അതിന് ആഴവും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് ഇതിന്റെ ഭാഗം. അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ കൂട്ടായ്മയെ ഏറ്റവും അധികം വിലമതിക്കുകയും സ്വന്തം ഇഷ്ടത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവെ ആൾക്കാർ എന്ത് പറഞ്ഞാലും അവിടുത്തെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ അതിന് തരുന്നു. കർത്താവിൻ്റെ കാൽക്കല് മറിയ വന്നിരിക്കുമ്പോൾ മാർത്ത കണ്ണുരുട്ടി പേടിപ്പിച്ച് കാണും. ആദ്യമേ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ടൊന്നും മറിയ വകവെക്കഴിഞ്ഞിട്ടായിരിക്കും അവസാനം കർത്താവെ നിനക്ക് വിചാരമില്ലേ എന്നൊക്കെ ചോദിച്ച് കർത്താവിനോട് തട്ടി കയറാനും മാർത്തയില്ലെന്ന്. എന്നാൽ അതിനു മുമ്പേ മറിയ കണ്ണുരുട്ടി, നീ എൻ്റെ അടുത്ത് സഹായിക്കാൻ വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കണ്ണുരുട്ടിയപ്പെടുന്നു. മറിയ മാർത്തയുടെ കണ്ണുരുട്ടലിലേക്ക് നോക്കാതെ കർത്താവിൻ്റെ തിരുവധരങ്ങളിൽ നിന്ന് വരുന്ന ആ ജീവമൊഴികളിലേക്ക് മറിയ നോക്കി എന്ന് പറയുന്നത് പോലെ ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ഈ ഒരു ക്രൂശിൻ്റെ വഴിയെ, ഈ ഒരു ഇടുങ്ങിയ വഴിയെ പോകുമ്പം ബാക്കിയുള്ളവരൊക്കെ നമ്മളെ പലപ്പോഴും തെറ്റിദ്ധരിക്കുകയും ഈവൻ റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു മതഭക്തരായിട്ടുള്ള പല ആൾക്കാരൊക്കെ തന്നെ നമ്മളെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുകയോ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തേക്കാം. എന്നാൽ അവിടെ ഒരു കർത്താവെ അവിടുത്തെ ഇഷ്ടമാവട്ടെ, ബാക്കിയുള്ളവർ എന്നെ എന്ത് പറഞ്ഞാലും അവിടുത്തെ ഇഷ്ടം ചെയ്യാനായിട്ട് പല കാര്യങ്ങളിലും നമ്മൾ നീതിപൂർവമായിട്ട് സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പലർക്കും അത് അനിഷ്ടവും പ്രയാസവും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ അവിടെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് കർത്താവെ അവിടുത്തെ ഇഷ്ടം ചെയ്യാനായിട്ട് അവിടുത്തെ വചനം അനുസരിക്കാനായിട്ട് കർത്താവെ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ കാന്തയായിട്ട് എനിക്ക് ആയിത്തീരണം. എല്ലാത്തിലും അങ്ങനെ അനുസരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്നു എന്നെ അനുസരിക്കും. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആ ഒരു പൂർണ്ണഹൃദയത്തോടെ ഉള്ള ഒരു ക്രിസ്ത്യാനിത്വം, ശിഷ്യത്വം, അതിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം പിതാവേ, ഇത്ര വലിയൊരു വിളിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആരും കർത്താവേ ഈ ഒരു അതിപരിശുദ്ധ സ്ഥലത്ത് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ ഈ വാഗ്ദത്തം ശേഷിച്ചിരിക്കെ ഈ സ്വസ്ഥതയിൽ കർത്താവിനുള്ള ആദ്യ സ്നേഹത്തിന്റെ നിറവിൽ അത് പ്രവേശിക്കാതെ കർത്താവെ വിശുദ്ധ സ്ഥലത്തോ പ്രാകാരത്തിലോ ഒക്കെ തള്ളപ്പെട്ടു പോകാൻ ഇടവരുതി എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് കർത്താവെ മണവാളം വരുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് കേൾക്കുവാൻ കർത്താവെ ഇടയാകരുതേ. കർത്താവെ ഒരു നാൾ അറിഞ്ഞിട്ടില്ലെന്ന് അവിടത്തേക്ക് പറയാൻ സാധിക്കുകയില്ലല്ലോ ഞങ്ങളെ. കർത്താവെ അങ്ങേ ഒരു പരിധിവരെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും കർത്താവെ അങ്ങേ അറിയുന്നവരായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ആയിത്തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു എക്സ്ട്രാ ഫ്ലാസ്ക് ഓഫ് ഓയിൽ കർത്താവെ ആ ഒരു എണ്ണയുടെ ഒരു ശേഖരം, ഒരു രഹസ്യ ശേഖരം അത് അധികമായിട്ട് ഉണ്ടാകത്തക്കവണ്ണം ഞങ്ങളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനെ കർത്താവെ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനും ആ ഒരു ക്രൂശിൻ്റെ അനുഭവത്തിൽ, ആ ഒരു നുറുക്കത്തിൻ്റെ അവരുടെ അവിടുത്തെ ആത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ അതിസ്നേഹത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങളെല്ലാവരും ആ ഒരു ജീവൻ്റെ മാർഗത്തിൽ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ചുറ്റുമുള്ള വലിയൊരു അഗ്നിമതിലായ തീരത്തക്കവണ്ണം അതിപരിശുദ്ധ സ്ഥലത്തായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അങ്ങനെ എല്ലാത്തിലും ഉപരി സ്നേഹിപ്പാനും പിൻപറ്റുവാനും അനുസരിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളെല്ലാവരും ആ ഒരു പുത്തനരിശിലേമിൻ്റെ ഭാഗമായിട്ട് അന്ന് കാണപ്പെടുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും 60 മേനിയോ 30 മേനിയോ വാങ്ങിക്കുന്നവരായി തീരരുതേ കർത്താവെ. എല്ലാവരും 100 മേനി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്കുള്ള വിളിച്ചതിന് ഒത്തവണ്ണം സമ്പൂർണ്ണമായിട്ട് സമർപ്പിതരാകുക ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥനയുടെ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ.